ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ സ്വർഗത്തിലെ കർത്താവ് ഇന്ന് നമുക്കായി തന്ന ആ ദൈവത്തിന്റെ വലിയ കൃപകളെ ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. കഴിഞ്ഞ ഒരാഴ്ചപ്പെട്ട കാലം ദൈവം നമ്മളെ പരിപാലിച്ചു. നമ്മുടെ ചിന്തകൾക്കും എല്ലാം അപ്പുറമായി, നമുക്കൊരിക്കലും നനയ്ക്കുവാനോ ചിന്തിക്കുവാനോ കഴിയുന്നതിനപ്പുറമായി ദൈവം നമ്മളെ പോറ്റി വളർത്തി ദൈവം നമ്മളെ കൊണ്ടുവന്ന ആ ദൈവത്തിന്റെ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. പല പ്രതികൂലങ്ങൾ വന്നു, പ്രയാസങ്ങൾ വന്നു, പക്ഷെ ഇതൊന്നും നമ്മുടെ ജീവിതത്തിനകത്ത് എത്തിയില്ല. തൊടാൻ ദൈവം അനുവദിക്കാത്ത രീതിയിൽ ദൈവം ചില അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് ചെയ്തു. ഇതിന്റെ കാരണം എന്താ? സ്തോത്രം. നമ്മുടെ ആര് കരുതുന്നുണ്ട്? നമ്മുടെ ബുദ്ധിയോ നമ്മുടെ കഴിവോ നമ്മുടെ ബന്ധങ്ങളോ അവയൊന്നുമല്ല, കർത്താവ് യേശുവിന്റെ കൃപയാണ്. നമ്മളെ പൊതിഞ്ഞതുകൊണ്ട് നമുക്ക് എല്ലാത്തിനും ചെയ്യാൻ പറ്റൂ, ജയമെടുത്ത് മുന്നോട്ട് വരുവാൻ കഴിയുന്നു. സ്തോത്രം. കഴിയുന്നത് നമ്മൾ കേട്ട് കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ വായിച്ച വചനഭാഗം കാരാഗൃഹത്തിനകത്ത് പിടിക്കപ്പെട്ട് കിടക്കുന്ന പത്രോസ്. സ്തോത്രം. പത്രോസ്. ആ പത്രോസിന് വേണ്ടി സഭ രഹസ്യമായി ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. രഹസ്യമായി സഭയുടെ പ്രാർത്ഥനയുടെ പവർ കീഴ്പ്പെടുത്തുക. സഭ എന്ത് ചെയ്തു? രഹസ്യമായി ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക? പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുക. പത്രോസിന്റെ പിടിക്കപ്പെടുന്ന മുമ്പേ കർത്താവിന്റെ ദാസൻ ദൈവത്തിന്റെ വൃദ്ധനെ, ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച ദൈവത്തിന്റെ വൃദ്ധനെ അവിടെ കൊന്നു. സ്തോത്രം. ഹെരോദാവിന്റെ സ്തോത്രം. സ്തോത്രം. മറ്റു ഉള്ളവരുടെ ദൈവവചനത്തിന് വിരോധമായി നിൽക്കുന്നവരുടെ പ്രീതി കിട്ടാൻ വേണ്ടി അവൻ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വൃദ്ധനെ എന്ത് ചെയ്തു? അവർക്ക് വേണ്ടി കൊന്നു. അടുത്ത പത്രോസിനെ പിടിച്ച് കാരാഗൃഹത്തിനകത്ത് കൂട്ടിയിട്ടേക്കുക, അടുത്ത മരണത്തിലേക്ക് ഇട്ടേക്കുക. ഞാൻ ഓർക്കുക, പത്രോസ് കാരാഗൃഹത്തിനകത്ത് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടു. 4 രീതിയിലുള്ള കൂട്ടങ്ങൾ സ്തോത്രം കാവൽ സേനയായിട്ട് നിർത്തി, ഫ്രണ്ടിൽ 2 പേരെ നിർത്തി, എല്ലാം വിട്ടേക്കുക. അതിനകത്ത് പത്രോസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സഭ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ പത്രോസ് ഈ കാരാഗൃഹത്തിനകത്ത് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് കാരാഗൃഹത്തിനകത്ത് ഇത്രയും സ്തോത്രം സേനാധികള് അല്ലെങ്കിൽ ഇത്രയും അധികാരികളുടെ മധ്യൻ സുരക്ഷിതരോട് കിടക്കുന്ന പത്രോസിന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റത്തില്ല. അനങ്ങിക്കഴിഞ്ഞാൽ അവരറിയും. ആ രീതിയിൽ കിടക്കുന്ന പത്രോസ് സുഖമായിട്ട് കിടന്നു, ഒരു പ്രശ്നം അറിയാതെ കിടന്നു, ഒരു പ്രതികൂലമില്ലാതെ ഉറങ്ങുക. പത്രോസ്, ഞാൻ ഓർക്കുക, കഴിഞ്ഞ നിമിഷം വരുന്ന ദൈവത്തോട് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ ഓർക്കുക, പത്രോസ് ഒരു പരാതി പറയുന്നു. മരണമാ. പത്രോസിന്റെ കൂടെ നടന്ന അല്ലെങ്കിൽ പത്രോസിന് വേണ്ടപ്പെട്ട ആള് കർത്താവിനെ ഉയർത്തിയതിന് മരിച്ചത്, ഹെരോദാവ് മരിച്ച അതേ രീതിയിലേക്ക് എടുത്തിട്ടേക്കുക. മറ്റുള്ളവരെ വെട്ടിക്കൊണ്ടുവന്ന് നാളെ കാണിച്ച് അവനെ വിധിക്കാൻ വേണ്ടി ഇട്ടേക്കുക. എന്നിട്ട് പത്രോസ് എന്ത് ചെയ്തില്ല? ഒരു പരാതി പറയുന്നു. ഉറങ്ങുക. സ്തോത്രം. ഉറങ്ങുക. നാളെ മരണമാണ്. നെവർ മൈൻഡ്. പുള്ളിക്ക് ഒരു പ്രശ്നമില്ല. ധൈര്യമായിട്ടിരുന്ന് ഉറങ്ങും. സ്തോത്രം. ഞാൻ അവർക്ക് പഴയ പത്രോസ് ആയിരുന്നെങ്കിൽ എപ്പം കൊടുക്കാൻ പറയും, അയ്യോ ഞാൻ അറിയാതെ പറഞ്ഞു പോയത്, എന്നെ അങ്ങ് പെട്ടേക്കണേ, അത് ഞാനെന്ന് മണ്ടത്തരം പറഞ്ഞതാ എന്ന് പറഞ്ഞേ. പത്രോസ് എന്താ പറയാത്തെ? പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ദൈവത്തിന്റെ ശക്തി അവരുടെ മേൽ വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ അവന്റെ ഭയം മാറി, അവന്റെ ഭീതി മാറി. മുന്നോട്ടുള്ള നാളെ കുറിച്ചുള്ള ഭയവും ഭീതിയെല്ലാം അവർ മാറി. ധൈര്യവും ഉറപ്പുള്ളവരായിട്ട് നാളെ എന്ത് സംഭവിക്കുന്ന വിഷയമില്ല. അതുകൊണ്ട് രാത്രി പറഞ്ഞു നാളെ ഇന്നതാ സംഭവിക്കാൻ പോകുന്നത് അവൻ അറിയാം, കേട്ടിട്ടുണ്ട്, അതിലായിരിക്കും നടക്കാൻ പോകുന്നത് അറിയാം. പക്ഷെ പത്രോസിന് അതൊന്നും ഒരു പ്രശ്നമേ ഇല്ല. പത്രോസ് അടിപൊളിയായിട്ടുണ്ട്. നാളെ വിഷയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങും. ഉറങ്ങും. ഒന്നും വേണ്ട. നമുക്ക് നാളെ രാവിലെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകാം, നമ്മളെ വിളിപ്പിച്ചു, അല്ലെങ്കിൽ കോടതിയിലോട്ട് വിളിക്കും, നമ്മൾ ഉറങ്ങും. എത്ര കിടന്നാലും ഒക്കെ വരുന്നു. ദൈവം കൂടെ ഒന്നല്ല നമ്മളോട് പറഞ്ഞാലും നമ്മളെ ജീവിതത്തിനകത്ത് തീരുന്നില്ല. ആ പ്രശ്നം തീരുന്നവരെ എന്ത് ചെയ്യത്തില്ല.
നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ പത്രോസ് തുടങ്ങുക കാര്യം എന്തുവാ? അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനാണ്. ഇന്ന് പകൽ ഓർത്തോണം, 3 വട്ടം തള്ളി പറഞ്ഞവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനാണ്. ഞാൻ അതുകൊണ്ടാ പറയുന്നേ, സ്തോത്രം. പല വ്യക്തികൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, മാനസാന്തരപ്പെട്ടിട്ടുണ്ട്, സ്നാനപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ ജഡത്തീന്ന് പുറത്തു വന്നില്ല. അതുകൊണ്ട് അവർ ജഡീകന്മാരായി തീരുന്നു. അതുകൊണ്ട് ആത്മീയരെ കാണുമ്പോൾ അല്ലെങ്കിൽ ദൈവവചന പ്രകാരം ജീവിക്കുന്ന ഒരു ദൈവത്തിന്റെ സഭ അല്ലെങ്കിൽ ദൈവത്തിന്റെ വ്യക്തികൾ കാണുമ്പോൾ അവർക്ക് ദേഷ്യം വരുന്നതിന്റെ കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അച്ചായൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്ക് വേണ്ടി ഒരാളോട് ഒരു കാര്യം സംസാരിക്കും. സംഭവം ഞാൻ പറയുന്നത് സംസാരിച്ചു. അപ്പോഴേ ആ വ്യക്തിയോട് അച്ചായന്റെ അടുത്ത് എടുത്തതായി പറഞ്ഞു. അപ്പോ അയാളുടെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് ദൈവം, രണ്ടും വിശ്വാസിയാണ്, പ്രാർത്ഥിച്ചിട്ട് ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടില്ല പുള്ളി അങ്ങോട്ട് ചെയ്യപ്പെട്ടു. അപ്പൊ ഈ റെക്കമെൻഡ് ചെയ്ത അച്ചായൻ എടുത്ത് വായിച്ചു. പിന്നെ അയാളെന്തോ വേറെ വല്ല പരിപാടി ചെയ്യും. അയാളെ തൊഴിലാണ്, അയാളെ ജീവിതമാർഗവും അയാളെ ജീവിതവുമാണ് ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് പ്രാർത്ഥിക്കാനാണ്. അപ്പൊ പ്രാർത്ഥിച്ച് ദൈവം പറയുന്നത് ചെയ്യത്തുള്ളൂ എന്ന് പറയുന്നത് അദ്ദേഹത്തോട് ദൈവം സംസാരിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ എന്നോട് പറയാം, ആ വാക്ക് പറഞ്ഞപ്പോ എനിക്ക് ദേഷ്യം വന്നു. കാര്യം എന്തുവാ? ദൈവത്തിന്റെ വചനമോ അല്ലെങ്കിൽ ദൈവം സംസാരിക്കുന്നത് എന്തുവെന്ന് അറിയാത്തവനാണ്. സ്തോത്രം. അതുകൊണ്ട് ഇവനെല്ലാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് എന്തോ കാര്യം? ഇവനെല്ലാം കർത്താവിന്റെ ആണെന്ന് പറഞ്ഞ് ജീവിച്ചിട്ട് എന്തോ കാര്യം? എല്ലാ പ്രാർത്ഥനയ്ക്കും ഇവൻ ബൈബിൾ പിടിച്ചോണ്ട് പോയിട്ടെന്തോ കാര്യം? അവൻ ഇതുവരെ ദൈവീക ദർശനം എന്തുവെന്ന് അറിയും. ഞാനപ്പോ ഓർക്കുക, ജാതികളായിട്ട് ദൈവത്തെ അറിയാതെ ജീവിക്കുന്നവർക്ക് പറഞ്ഞാൽ പോലും അവര് പോലും അംഗീകരിക്കുമല്ലോ. ദൈവം പറയുന്നത് എന്തുവാ അത് ചെയ്യേണ്ടത്, നടക്കട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. സ്തോത്രം. ഞാൻ ഇന്നലെ ദിവസം എന്നോട് കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യത്തിനകത്ത് ഭയങ്കര സന്തോഷിച്ചു. കാര്യം എന്തുവാ? പ്രാർത്ഥിച്ചിട്ട് ചോദിക്കുന്ന മനുഷ്യനാന്ന് പറയുന്നത് ഭാഗ്യമാണ്. സ്തോത്രം. എന്റെ ജീവിതത്തിൽ എനിക്ക് കേൾക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭാഗ്യമാണ്. പ്രാർത്ഥിച്ചിട്ടേ ചെയ്യത്തുള്ളൂ എന്ന് പ്രാർത്ഥിച്ച് വില കൊടുക്കുന്നതാ ഏറ്റവും കാര്യം എന്ന് പറയുന്നതില്ല ജീവിതം. കാര്യം എന്തുവാ? അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചു. എന്റെ ഇഷ്ടം ഒന്നും എങ്ങും ജയിക്കല്ലേ എന്നാ പ്രാർത്ഥിക്കുന്നത്. കർത്താവിന്റെ ഇഷ്ടമേ ജയിക്കാവൂ. ഞാൻ ഓർക്കുക, പത്രോസിന് ഒരു പേടിയില്ല. പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിനകത്ത് വായിച്ചു. 2-ാം അധ്യായത്തിനകത്ത് വായിക്കുമ്പോൾ ഒരു വലിയ പുതപ്പ് വന്ന് വീണ് 120 പേരുടെ മേൽ. ആ 120 പേർ പുതപ്പ് വീണപ്പോൾ ആ പുതപ്പിന്റെ മഹത്വം അതുവരെ മൗനമായിട്ട് നിന്ന് ഭയപ്പെട്ടിരുന്നവർ 120 പേർ അവരെ ഭയപ്പെട്ടിരിക്കുക. 4-ാം യാമത്തിലാണ് രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് അവരുടെ മേൽ കാത്തിരുന്ന അവരുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകം വെളിപ്പെട്ടപ്പോൾ അതുവരെ ഭയപ്പെട്ട് കർത്താവിനെ 3 വട്ടം തല്ലി പറഞ്ഞവൻ ചാടി എഴുന്നേറ്റ് അവരുടെ മധ്യത്തിൽ പ്രസംഗിക്കാൻ തുടങ്ങി. ആ വ്യക്തിയാണ് ആര്? അപ്പോഴും പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ശബ്ദം വേണ്ട എന്ന് പറഞ്ഞ് നിശബ്ദയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവൻ ശബ്ദത്തോട് പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ദേശത്ത് ഉറങ്ങിക്കിടന്നവരെല്ലാം ഓടിക്കൂടി ഇവർക്ക് എന്ത് പിടിച്ചു? ഇവര് മത്ത് പിടിച്ചവരാണോ? മദ്യം പിടിച്ചിട്ട് ലഹരിയിലാണോ ഇവര് സംസാരിക്കുന്നത്? ഓടി വന്നപ്പോൾ പത്രോസ് പറയുക, ഈ 3-ാം മണി നേരത്താണോ മദ്യം കുടിക്കുന്നത്? ഇത് നസറേയനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സംസാരിക്കുന്നു. അപ്പോഴേ അന്ന് മുതൽ ആ സെക്കൻഡ് മുതൽ അവന്റെ മേലിൽ നിന്ന് പോയി ഭയവും ഭീതിയും മാറി. ഇന്ന് പകല് ഞാൻ വിളിച്ചു പറയുന്നതാ, ദൈവസഭയോട് വിളിച്ചു പറയുന്ന ഒരു കാര്യം എന്ന് പറയാം. ദൈവമക്കളോട് വിളിച്ചു പറയുന്ന ഒറ്റ കാര്യമില്ല. നിന്റെ ഭയവും ഭീതി പൂർണ്ണമായി മാറിപ്പോണമെങ്കിൽ ഇന്ന് പകൽ നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ ദൈവസഭയിൽ നിന്നെ തന്നെ പൂർണ്ണമായി സറണ്ടർ ആക്കി ആ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ദൈവശക്തി എന്റെ മേലൊന്ന് വ്യാപരിക്കണമേ. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടും ജ്ഞാനപ്പെട്ടിട്ടുമല്ല കാര്യം, എന്റെ മേൽ പരിശുദ്ധാത്മാവെന്ന് വെളിപ്പെടണമേ. ആ ഭയം എന്റെ ജീവിതത്തിനകത്ത് മാറണമേ. നാളെ കുറിച്ചുള്ള വിചാരം മാറണമേ. നാളെ കുറിച്ച് എന്റെ തലമുറയുടെ വിചാരം, എന്റെ കുടുംബത്തെ കുറിച്ചുള്ള വിചാരം മാറണമേ. നാളെ കുറിച്ച് എനിക്ക് പേടിയില്ല. കാര്യം എന്തുവാ? ഞാൻ പരിശുദ്ധാത്മാവ് പ്രാപിച്ചൊരുത്തന് നാളെ കുറിച്ച് ഭയമില്ല. കർത്താവ് അവനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് അവനെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, കർത്താവിന് ആയുസ്സും ആരോഗ്യം ബലവും കൊടുത്തിട്ടുണ്ടെങ്കിൽ വാഗ്ദത്തം പ്രാപിക്കാൻ വേണ്ടി നിങ്ങൾ തിരിക്കണത്, നന്മയെ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി നിങ്ങൾ തിരിക്കണത്. ഇന്ന് പകരം ജനമേ തിരിച്ചറിഞ്ഞു. ആ ഭാഗ്യം ലഭിച്ചവരാ നമ്മൾ, ആ വാഗ്ദത്തം പ്രാപിച്ചവരാ നമ്മൾ, ആ വിളി തെരഞ്ഞെടുപ്പുള്ളവരാ നമ്മൾ. നമ്മളെ ഒരു ശക്തിക്ക് തൊടുവാൻ കഴിയത്തില്ല, ഒരു വ്യക്തി ആപചാരത്തിന് കഴിയത്തില്ല, ഒരു വ്യക്തിയുടെ ചിന്തകൾക്കോ അവന്റെ ആഗ്രഹത്തിനോ അവന്റെ പ്ലാനിനോ പദ്ധതിക്കോ നമ്മളെ വിട്ടുകൊടുക്കത്തില്ല. കാര്യമോ നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്ന ദൈവത്തിന്റെ പ്ലാനിനും പദ്ധതിക്കുവാ നമ്മളെ ഓരോരുത്തരും ദൈവം തെരഞ്ഞെടുത്ത്
ഈ സഭ പണിയുന്നത് കർത്താവാണെങ്കിൽ, ഈ സഭ കൊണ്ടുപോകുന്നത് കർത്താവാണെങ്കിൽ ദൈവജനത്തെ തൊടുവാൻ കഴിയത്തില്ല, ദൈവമക്കളെ തൊടുവാൻ കഴിയത്തില്ല. ഈ സഭയെ അനുഗ്രഹിക്കുന്നത് കർത്താവ്. പച്ചക്കാട്ട് പറയാം, ദൈവജനത്തെയോ ദൈവസഭയോ അവയെ തൊടാൻ ഏതെങ്കിലും ജടിയൻ പ്രാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ജടിയ ചിന്തകളും പ്രാണികളും അവിടെ ഇരിക്കത്തേ ഉള്ളൂ. നിന്റെ അപ്പൻ ചിന്തിച്ചാൽ തൊടാൻ പറ്റത്തില്ല. കാര്യം അതിലും വലിയൊരു അപ്പനാ ഞങ്ങളുടെ അപ്പൻ. ഞങ്ങളുടെ അപ്പൻ സർവശക്തനായ അപ്പനാ, ഈ ലോകത്തെ ഉണ്ടാക്കിയ അപ്പനാ, ഭൂമി ഉണ്ടാക്കിയ അപ്പനാ, വസ്തുക്കളെ ഉണ്ടാക്കിയ അപ്പനാ, സകല മണ്ണിന്മേലും അധികാരമുള്ള എന്റെ അപ്പനാ. എന്റെ അപ്പൻ ഉണ്ടാക്കിയ കാലത്തോളം എന്റെ അപ്പനെ വേർതിരിച്ച് വേർതിരിച്ച് ദൈവസഭയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്നെയോന്റെ കുടുംബത്തെയോ തൊടുവാൻ പറ്റത്തില്ല. നിന്റെ പ്രാണനോ പദ്ധതിക്കോ തൊടാൻ പറ്റത്തില്ല. കാര്യം ഇത് നാസറേനായ യേശുവിനാൽ പണിയപ്പെട്ടതാ. ഇന്ന് പകല് ദൈവമക്കളെ ഞാൻ ഒരു കാര്യം ഒന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ ചോദിക്കാൻ പോകും, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ ക്വാളിറ്റി കണ്ടല്ല നമ്മൾ ദൈവം വിളിച്ചത്, നമ്മളെ ക്വാളിറ്റി കണ്ടിട്ടാണ് നമ്മളെ വിളിച്ചത്. അന്നേരം ആ വാക്യം വരത്തില്ലായിരുന്നു. എന്നിട്ട് പറഞ്ഞേ, അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവായപ്പോഴേ നിന്നെ ഞാൻ പ്രിയർച്ചൊന്ന് വിളിച്ചത്. ആ വാക്യം വരത്തില്ല. ആ വാക്യം വന്നെന്തുവാ? ഞാൻ വളർന്നാൽ എന്റെ സ്വഭാവം ഇങ്ങനെ ആവും, അങ്ങനെയൊന്നും കണ്ടോണ്ടല്ല ദൈവം വിളിച്ചത്. ദൈവം പറയുക, അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവായപ്പോൾ. ക്വാളിറ്റി കണ്ട് വിളിച്ചായിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് വന്നിരിക്കാൻ പറ്റുമോ? ദൈവസഭ വന്നിരിക്കാൻ പറ്റുമോ? നമ്മളായിട്ട് ക്വാളിറ്റി ഉള്ളത്, ശ്രേഷ്ഠത കഴിവുള്ള എത്രയോ പേര് നമ്മളെ ചുറ്റുവട്ടമുണ്ട്. അവർക്കൊന്നും ലഭിക്കാത്ത ഈ ക്വാളിറ്റി കിട്ടിയത് എന്തുകൊണ്ട്? അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായപ്പോൾ എന്നെ പേര് ചൊല്ലി വിളിച്ചൊരു ദൈവമാണ്, എന്നെ വിളിച്ചൊരു ദൈവമാണ്. ദൈവത്തിന് അറിയാൻ ഞാൻ ഓക്കെ ആവുന്നത്. ചിലപ്പോൾ ലോകത്തിന് ഞാൻ ഓക്കെ ആകത്തില്ലെങ്കിൽ ദൈവത്തിന് അറിയാൻ ദൈവസഭ ഓക്കെ ആവുന്നത്. ആത്മീയ വേഷപ്പൂണ്ട് അല്ല, ആത്മീയ എന്ന് പറയുന്ന ലോക ജഡിയനായി ജീവിക്കുന്ന ജഡിയ നിന്റെ ഫ്രണ്ട് ഞാൻ ഓക്കെ അല്ലെങ്കിൽ എന്റെ ദൈവത്തിന്റെ സരി ഞാൻ ഓക്കെയാ. ഞാൻ ദൈവത്തിന്റെ സരി ഓക്കെ ആണെങ്കിൽ അതുകൊണ്ട് എന്റെ ദൈവം എന്റെ അമ്മയുടെ ഉദരത്തിന് പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നത്. ദൈവം എന്നെ ഓക്കെ ആക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ഓക്കെ മാറ്റാൻ നിനക്ക് കഴിയത്തില്ല. നമ്മളെ ചുറ്റുവട്ടമുള്ളവർക്കോ അല്ലെങ്കിൽ സ്തോത്രം നമ്മൾ വസിക്കുന്ന ദേശത്തിനോ അല്ലെങ്കിൽ സ്തോത്രം ചില വ്യക്തികൾക്കോ അവന്റെ പ്രാണനോ അവന്റെ ബുദ്ധിക്കോ നമ്മളെ തൊടുവാൻ കഴിയുന്നില്ല. കാര്യം എന്തുവാ? അമ്മയുടെ ഉദരത്തിൽ നിന്ന് ദൈവം നമ്മളെ വിളിച്ചത് ഓക്കെ ആക്കാനാണ് വിളിച്ചേക്കുന്നത്. കാര്യം എന്തുവാ? ദൈവത്തിന് അപ്പനെ നമ്മൾ ഓക്കെയാ. അല്ലാതെ നമ്മൾ കുറച്ചു നാൾ വളർന്ന് ജീവിച്ച് അമ്മികാലം അല്ലെങ്കിൽ ചൊറ പാപത്തിന്റെ പുറകെ പോയെങ്കിൽ പോലും അമ്മികാലം ദൈവം അവിടുന്ന് നമ്മളെ വേർതിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മൾ ജനിക്കുന്ന മുമ്പേ ഈ കുടുംബത്തിൽ ഒരു മോളായിട്ട് ജനിക്കുന്നവൻ മോനായിട്ട് ജനിക്കുന്നവൻ ആർക്കും വേണമെങ്കിൽ എനിക്ക് വേണം, അവൻ എനിക്ക് ഓക്കെയാ എന്ന് പറഞ്ഞ് വിളിച്ചേക്കുന്നതാണ്. നമ്മളെ തൊടാൻ ദൈവം വിട്ടുകൊടുക്കും, സ്വപ്നം വിട്ടുകൊടുക്കും. അഭിഷേകം പ്രാവശ്യമേ രാത്രി നാളെ മരണം മുന്നിൽ നിന്ന് വന്ന് അവന് ഒരു പേടിയില്ല, അവൻ സുഖമായിട്ട്. ദൈവദൂതൻ എന്തോ പറഞ്ഞേ? ഒന്ന് വായിക്കാം. ദൂതൻ ഇറങ്ങിയിട്ട് എന്തോ പറഞ്ഞേ? ഒരു കാര്യം ഞാൻ പറയട്ടെ. ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുന്നിടത്ത് വിളിച്ചു, കർത്താവിന്റെ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങുന്നിടത്ത് വിളിച്ചു. സ്തോത്രം. ഇരുളിക്കടന്ന ദൈവജനത്തിനകത്ത്, ഇരുളിക്കിടക്കുന്ന ഭവനത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി കഴിഞ്ഞാൽ വിളിച്ചു. നീ ചിലപ്പോൾ കാലങ്ങൾ കൊണ്ട് പാർച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ചില പ്രതികൂലവും പ്രയാസവും സങ്കടങ്ങളും എല്ലാം വെച്ച് പുറത്തും അമ്മ സന്തോഷിച്ചും സമാധാനപ്പെട്ടും എല്ലാം പാർച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. പക്ഷേ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുന്ന പെട്ടെന്ന് ഒറ്റ നിമിഷം കൊണ്ട് അതിന്റെ പ്രശ്നത്തിന് വിടുതൽ നൽകുക. നീ വർഷങ്ങൾ കൊണ്ട് അനുഭവിച്ച വേദന ഒറ്റ നിമിഷം കൊണ്ട് ആരും വിടുതൽ നൽകുന്നത്?
കർത്താവായ യേശു എഴുതുന്ന പകൽ ഓർത്തോളം പെട്ടെന്ന് ദൈവത്തിന് ദൂരെ അറിയപ്പോൾ കാരാഗ്രഹം ശോഭിക്കാൻ തുടങ്ങി, പ്രകാശിക്കാൻ തുടങ്ങി. സ്തോത്രം. അടുത്ത വാക്ക് ഈ വാക്ക് പറഞ്ഞതിന് വേണ്ടിയാ ഉറങ്ങുന്നുണ്ടോ? ഒരാൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക, അയാൾ അടുത്തൊക്കെ വർത്തിട്ട് പറയാം വേഗം എഴുതി. സ്തോത്രം. ഇന്നപ്പോഴും എനിക്ക് മനസ്സിലായി, നാളത്തെ കുറിച്ച് നീ എന്തൊക്കെ ഭാരമുണ്ടെങ്കിലും ദൈവപൈതലേ നീ ഭയപ്പെടല്ലേ. എന്റെ കൂടെ ആരുണ്ട്? കർത്താവുണ്ട്. ചില രോഗം കൊണ്ടുവരാം, ചില പ്രയാസം കൊണ്ടുവരാം, പ്രതികൂലങ്ങൾ കൊണ്ടുവരാം. ഇതൊന്നും കണ്ട് നീ ഭയപ്പെടല്ലേ. കാര്യം എന്തുവാ? നിന്റെ കൂടെ ആരുണ്ട്? നസ്രനായ യേശുപുത്രനുണ്ട്. സ്തോത്രം. പറയുക പെട്ടെന്ന് വന്ന് ആ വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തുവാ? നമ്മളെല്ലാ പ്രശ്നങ്ങളും ഇതുപോലെ അറിയുന്നു. പെട്ടെന്ന് വന്നു. നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീരുണ്ടാവുന്ന എന്തുകൊണ്ട്? സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ആ വിഷയം പ്രാർത്ഥിക്കുമ്പോൾ വിതമ്പിട്ടു. കാര്യം എന്താ? കാര്യം എന്തുകൊണ്ട് ഈ കണ്ണുനീര് വന്നു? എന്തോ വിഷമം ഉണ്ടെന്ന് എനിക്കറിയാം. വിഷമമില്ലാതെ കണ്ണുനീരുണ്ട്. വിഷമമില്ലാതെ ചിരി വരും. വിഷമത്തിന് ചിരി വരും. വിഷമത്തെ അടയാളമല്ല കണ്ണുനീര്. പക്ഷെ ദൈവത്തെ അറിയുന്ന ദൈവമക്കൾക്ക് കണ്ണുനീര് വരുന്നത് അപ്പോഴെന്തുവാ? പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോഴാണ് നിനക്ക് ചില വിഷയം പാർശ്വരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞു ദിവസത്തിന് വേണ്ടി ഭവനത്തിന് വേണ്ടി ഞാനൊരു കാര്യം പറയാം മക്കളെ, ഇത്രയും കാലം ഞാൻ പലയിടത്ത് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഞാൻ ഷിഫ്റ്റ് ചെയ്ത് വേദനിച്ചൊരു ഭാഗമുണ്ട്. ഒരു വീട് വേണമെന്നുള്ള വേദനിച്ച് വന്നത്. അപ്പോഴേ അതിന്റെ അർത്ഥം എന്തുവാ? അപ്പോഴൊന്ന് സാക്ഷ്യം പറയുമ്പോൾ പറഞ്ഞു ഓരോരുത്തർ പറഞ്ഞു ആ വിഷയം പറഞ്ഞപ്പോൾ കണ്ണുനീര് വിതട്ടി. എനിക്ക് തകമണിച്ച് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു. പറഞ്ഞു ആ പ്രാർത്ഥന വിഷയം അവിടെ സ്റ്റോപ്പായി. ആ കണ്ണുനീര് കരഞ്ഞ കാലത്തെ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്തോ? സമയമാണ്. ചില സമയമാകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഊർജപ്പെടുത്തുന്നു. സമയമാകുമ്പോഴാണ് ഊർജപ്പെടുത്തുന്നത് ചില വിഷയങ്ങളാണ്. സ്തോത്രം. കണ്ണുനീര് കൊണ്ടുവന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ ചില വിഷയങ്ങളെല്ലാം വന്ന ദിവസം ഇങ്ങനെ പാർച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നുണ്ടെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാം. ചില കാര്യത്തിനകത്ത് ചില പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിനകത്ത് വരുമ്പോൾ നമ്മൾ മാനുഷികമായി ചിന്തിക്കും. നമ്മൾ മാനുഷികമായി അതിനെ നേരിടാൻ അല്ലെങ്കിൽ മറുപടി കൊടുക്കാനല്ല നമ്മൾ നോക്കും. ഒരു സെക്കൻഡ് മാറും. നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ പെട്ടെന്ന് മാനുഷികമായി നമുക്ക് ചിന്തയെ വരും. നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാനുള്ള ഐഡിയയും കാര്യങ്ങളെല്ലാം നമുക്ക് പെട്ടെന്ന് വരും. പക്ഷെ ചില സെക്കൻഡ് കഴിയുമ്പോൾ പറയും നീ ദൈവപൈതല, നീ ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അവിടെ ആരും സംസാരിക്കാൻ പറയും? ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കാൻ. അപ്പോഴേ ചില വിഷയത്തിനകത്ത് നമ്മളിങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ, നമ്മൾ എഴുതാൻ നമുക്ക് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളൊന്ന് ഉറയ്ക്കാൻ പറയും, ബലപ്പെടാൻ പറയും. കർത്താവ് ഇത് അപ്പോഴും ദൈവം പറയും ബലപ്പെട്ടോ ഇത് തന്നെ ദൈവം നടത്താൻ. അതിന്റെ അർത്ഥം എന്തുവാ? നമ്മളെ ശക്തീകരിക്കും. ഞാൻ പറയാം, നമുക്ക് ഒരു പ്രയാസം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ നമ്മൾ പലപ്പോഴും ദൈവസ്ഥനെ പുറകുറുത്തിട്ട് നിമിഷ നേരം കൊണ്ട് നമ്മൾ ഏറ്റു പറഞ്ഞു കർത്താവ് ഇല്ല, അങ്ങനെ ഇഷ്ടം മതി എന്ന് നമ്മൾ പറയാറുണ്ട്. ഇതിന്റെ പറയുന്ന ആരാ? പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ഉള്ളത്തിനകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. സ്തോത്രം. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞു വണ്ടി വന്നു, സ്തോത്രം ദൈവം മാറ്റി. അതാരും നമുക്ക് വെളിപ്പെടുത്തിക്കുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്ക്. സ്തോത്രം നേരത്തെ പറഞ്ഞു കഴിയ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ സ്തോത്രം അതിന്റെ പുറകെ നമ്മളെ തെറ്റില്ലെങ്കിലും നമ്മൾ അതിന്റെ പുറകെ പോകുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് അറിയുന്നു. സാമ്പത്തിക നഷ്ടം, സമയനഷ്ടം, നമ്മുടെ പല കാര്യങ്ങളിലെ നന്മ നഷ്ടം, ഇതെല്ലാം ഉണ്ടാവും. നമ്മളോർക്കും അയ്യോ ഇത് കുഴപ്പമില്ല. ചിലവർ പറയാറുണ്ട് ഫുൾ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ സ്തോത്രം വണ്ടി തട്ടിയവർ. ഇൻഷുറൻസ് വണ്ടി കൊണ്ട് കൊടുക്കുമ്പോൾ എത്ര ദിവസം എടുക്കും, അതിന്റെ പുറമേ നടക്കണം, പേപ്പറിന്റെ കാര്യം നടക്കണം. സ്തോത്രം. ഇതെല്ലാം നമ്മളെ മാനസികമായിട്ടങ്ങ് പിരിമുറുക്കും. ഇല്ലയോ? ഇതെല്ലാം ഒരു വിഷയം കണ്ണിൽ തട്ടാതെ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും വലിയ പാഠം. അതിനപ്പുറത്ത് വേറെ ഇല്ല. ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഒന്നും വരുത്താതെ പോകുന്ന ഏറ്റവും നമ്മൾ പോയി തിരിച്ചു വരുന്നതല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വാഹനത്തിൽ പോയി തിരിച്ചു വരുന്നതെല്ലാം ദൈവത്തിന്റെ കൃപയാണ്. നമ്മുടെ കഴിവല്ല, നമ്മുടെ ബുദ്ധിയല്ല, നമ്മുടെ ജ്ഞാനമല്ല, നമുക്ക് കഴിവുള്ളതല്ല. നമുക്ക് കഴിവുണ്ട്. എന്തുവാ? യേശു നമ്മളെ കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ പോയി തിരിച്ചു വരും. ആ കഴിവുണ്ട്. ഏത് കഴിവുണ്ട്? യേശു ഞാനുമായിട്ടുള്ള ബന്ധത്തിന്റെ കഴിവുണ്ട്. അതുകൊണ്ടാണ്. നമ്മുടെ കഴിവൊന്നുമല്ല, ബുദ്ധിയൊന്നുമല്ല.
കർത്താവിന്റെ ദൂതൻ ഇറങ്ങി വന്ന് പത്രോസിനോട് പറയുക. അതിനു മുമ്പുള്ള വചനത്തിനകത്ത് പറയുന്നു, സഭ ശ്രദ്ധയോട് പ്രാർത്ഥിക്കുക. അനുഭവിക്കേണ്ട വ്യക്തി ഉറങ്ങുക. പക്ഷെ ഉറങ്ങിക്കിടന്നാലും ആരും ഉണർന്ന് വാർച്ചുകൊണ്ടിരിക്കുക. സഭ പ്രാർത്ഥിക്കുക, സഭ പ്രാർത്ഥിക്കുക. ഇന്ന് പ്രിയ നമുക്ക് നമ്മൾ പോകുമ്പോഴും വരുമ്പോഴെല്ലാം നമ്മുടെ മേൽ എന്തുണ്ട്? ഒരു പ്രാർത്ഥന വലയുണ്ട്. പ്രാർത്ഥന വലയം കിടക്കുക. ഒരാൾ പ്രാർത്ഥന വെക്കുമ്പോൾ അടുത്ത നമ്മളറിയത്തില്ലല്ലോ. ഇപ്പൊ ഞാനും എന്റെ കുടുംബം ഇരുന്ന് ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. നമ്മള് ചില തിരക്കിൽ പോയി പ്രാർത്ഥന പറയുമ്പോൾ അടുത്ത കുടുംബം ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മളറിയത്തില്ല ഇതെല്ലാം ആര് ജയിപ്പിച്ചുകൊണ്ടിരിക്കുക? ദൈവം ജയിപ്പിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ നമ്മൾ അയ്യോ ഞാനിപ്പോ എന്തിനാ ഉണർന്നേ? ദൈവത്തിന് പദ്ധതിയുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനാണ് നിന്നെ ഉണർത്തിയേക്കുന്നത്. ഞാൻ 12 മണിക്ക് എഴുന്നേക്കുക, രാത്രി 12 മണിക്ക് എഴുന്നേക്കുക. അയ്യോ ഞാനിപ്പോ എന്തിനാ ഉണർന്ന്? നല്ല ഉറക്കത്തിൽ കിടന്നേ, ഞാൻ എന്തിനാ ഉണർന്നേ? അന്ന് തിരിച്ചും മറിഞ്ഞും കിടക്കാം. അല്ല, നിന്നെ പ്രാർത്ഥിക്കാൻ എഴുന്നേൽപ്പിച്ചേക്കോ. നീ കുറച്ചു നേരം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കിടക്കാം. കാര്യമുണ്ടോ? നിന്റെ പ്രാർത്ഥന ചിലരുടെ വഴി തുറക്കാനുണ്ട്, ചില കോട്ടയെ തകർക്കാനുണ്ട്, ചില ചിന്തകളെ പൊട്ടിക്കാനുണ്ട്, ചിലതിനകത്ത് പുറത്തു കൊടുക്കാനുണ്ട്. സ്തോത്രം. ഇന്ന് സ്തോത്രം, ഞാൻ ഒരു കാര്യം ദൈവമക്കളെ പറയാം. ശ്രദ്ധയോട് ദൈവത്തിന്റെ വചനത്തിൽ, ശ്രദ്ധയോട് ദൈവത്തിന്റെ വചനപ്രകാരം കൊണ്ടുപോകുന്ന ഒരു സഭയെ ദൈവജനമെന്ന് പറയുന്ന ജഡീകന്മാർക്ക് ഇഷ്ടമേ. കാര്യം അവർക്ക് പാപം ചെയ്യുന്ന സഭകളാണ്. പകുതി പാവവും പകുതി ആത്മീയവും പറഞ്ഞു പോകുന്ന സഭയെ മതി. സ്തോത്രം. അവർക്ക് അതുകൊണ്ട് കർത്താവിന്റെ വചനം പറഞ്ഞേ, അവർ പല്ലുകളിലും തെരുവുകോന്നിലും അവർ ബഹുമാനം ആഗ്രഹിക്കും. യഥാർത്ഥമായിട്ട് ജീവിക്കുന്ന ദൈവമക്കൾ ബഹുമാനമൊന്നും ആഗ്രഹിക്കുന്നില്ല. ആരുടെ ബഹുമാനം ആഗ്രഹിക്കുന്നത്? കർത്താവ് നമ്മളെ മാനിച്ചാൽ മതി, കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചാൽ മതി, കർത്താവ് തരുന്ന ബഹുമാനം മതി. അതിനപ്പുറം ഒരു ബഹുമാനം ആർക്ക് വേണ്ട? നമുക്ക് വേണ്ട. സ്തോത്രം. യഥാർത്ഥമായിട്ട് നിൽക്കുന്ന കഴിഞ്ഞ ദിവസം സ്തോത്രം എന്റെ ആത്മീയ ഗുരുവായ കർത്താവ് ദാസനെ വിളിച്ചു. പുള്ളി പറഞ്ഞൊരു 2 കാര്യമുണ്ട്. യഥാർത്ഥമായിട്ട് നിൽക്കുന്ന സഭയും യഥാർത്ഥമായിട്ട് വചനം പറഞ്ഞിട്ട് ആ വചനപ്രകാരം യഥാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവരെ, പക്ഷേ അവരെ ആർക്ക് വേണം? ദൈവത്തിന് വേണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ നമ്മളെ സഭയെന്ന് പറഞ്ഞ ഒരു കുടുംബം, നമ്മളെ സഭയെന്ന് പറഞ്ഞ ഒരു കുടുംബം. അവിടെ രക്തബന്ധമോ അല്ലെങ്കിൽ ഒരു മാതാവിലും ഒരു പിതാവിലും ഉണ്ടായ കുഞ്ഞുങ്ങളൊന്നുമല്ല. നമ്മൾ ഒറ്റ പിതാവിന്റെ മക്കൾ. ആരുടെ പിതാവിന്റെ? നസറേനായ യേശു. ഈ സഹോദരങ്ങളുണ്ട്. സഹോദര ബന്ധമല്ല, അത് പിന്നെ ഏറ്റവും വലിയ സഹോദര ബന്ധം ആരും നിർമ്മിക്കുന്നത്? കർത്താവായ യേശു. അതുകൊണ്ട് ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി സ്വന്തം നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന എന്തുകൊണ്ട്? സ്തോത്രം. എന്തുകൊണ്ടാണ്? ഒറ്റ കുടുംബത്തിന്റെ പിതാവ് നസറേനായ യേശുവിന്റെ പിതാവിന്റെ മക്കളാണ്. മക്കളാണ്. അപ്പൊ അങ്ങനെ കൊണ്ടുപോകുന്ന സഭയെ ജഡീകമായി ജീവിക്കുന്ന പലർക്കും എന്ത് ചെയ്യുന്നില്ല? താല്പര്യമില്ല. അവരുടെ താല്പര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഇറങ്ങിത്തിരിച്ചത്. ആണോ? നമ്മൾ ഇറങ്ങിത്തിരിച്ച ആരുടെ താല്പര്യത്തിന് വേണ്ടിയാണ്? കർത്താവിന്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് നമ്മൾ ഇറങ്ങിത്തിരിച്ചത്. മനുഷ്യന്റെ ഇഷ്ടത്തിനോ പ്രീതിക്കോ അല്ല നമ്മൾ ഇറങ്ങിത്തിരിച്ചത്. ആരുടെ പ്രീതിക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചത്? കർത്താവായ യേശുവിന്റെ പ്രീതിക്ക് വേണ്ടി. ഇന്ന് പകൽ ഓർത്തോളം, ഞാൻ എന്റെ കുടുംബത്തെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടത്തിന്. ദൈവത്തിന് എന്റെ പാപത്തെ കഴുകിക്കളഞ്ഞ് എന്നെ ശുദ്ധീകരിച്ച് എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കിയിരിക്കുന്ന ആരാ? കർത്താവാണ്. സ്തോത്രം. കർത്താവ്. ഇന്ന് സഭയുടെ പ്രാർത്ഥന, ഇന്ന് പല സഭയ്ക്കകത്തും പ്രാർത്ഥന യോജിപ്പില്ല. പക്ഷെ ഇവിടെ ഒരു യോജിപ്പുണ്ട്. സഭയിരുന്ന് പ്രാർത്ഥിക്കുക. അവയെ അപ്പോസ്തലൻ ഇരുന്ന് കിടന്നുറങ്ങുക. ദൈവത്തിന്റെ ദൂതൻ പെട്ടെന്ന് ഇറങ്ങി കാരാഗൃഹത്തിനകത്ത് ഇറങ്ങി. രാത്രിയാമത്തിനകത്ത് ഇറങ്ങി പത്രോസിനെ തട്ടിയിട്ട് പറഞ്ഞു, എഴുന്നേൽക്ക്, വേഗത്തിൽ എഴുന്നേൽക്ക്, കാലിൽ ചെരുപ്പിട്ട് മുറുക്ക്. ദൂതൻ വന്ന് വേഗത്തിൽ എഴുന്നേക്കെന്ന് പറഞ്ഞപ്പോഴേ 2 ജനല പൊട്ടിലേക്ക് പോയി. അതാ പ്രാർത്ഥനയുടെ ശക്തി. ഇറങ്ങി ചിലപ്പോൾ കാലനക്കാൻ വയ്യ, കൈ അനക്കാൻ വയ്യ, ഒട്ടും തിരിയാനോ ഭാവിയാലോ മറിയാലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കഴിയത്തില്ല. പക്ഷെ ദൈവത്തിന്റെ ദൂതൻ അങ്ങോട്ട് ഇറങ്ങി, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രാർത്ഥന കേട്ട് ദൈവത്തിന്റെ ശക്തി അങ്ങോട്ട് വന്നാൽ ഒറ്റ നിമിഷം കൊണ്ട് ഇതെല്ലാം പൊട്ടി സൗഖ്യപ്പെടാം. സ്തോത്രം. ദൂതൻ ഇറങ്ങി വാക്കി. അവേ ദൈവത്തിന്റെ വിടുതലും ദൈവത്തിന്റെ അത്ഭുതമാണ്. നമുക്ക് വിശ്വസിക്കാൻ
പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല. നമ്മളെന്തോ സ്വപ്നം കാണുവാണ്. നമ്മൾ സ്വപ്നം കാണുന്നു. എന്തോ ഇത് ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയല്ല ഇങ്ങനെ. നമുക്ക് ചിന്തിക്കുന്ന അപ്പുറം. നമ്മൾ ചിലപ്പോൾ കാലങ്ങളോട് അനുഭവിച്ച വേദനയാണ്, പ്രതികൂലമാണ്. പക്ഷെ ദൈവം വിടിവിക്കുന്ന എന്തുവാ? ദൈവം അത്ഭുതം ചെയ്തു. പകലോർത്തോ നമ്മൾ കണ്ണുനീരൊഴുക്കി എല്ലാ വിഷയത്തിനകത്ത് മാറി മറുപടി തരും. കർത്താവ് മറുപടി തരും. കർത്താവ് ഒരിക്കലും നമ്മളെ തരുന്നില്ല, കൈവിടത്തില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചില പ്രതികൂലവും ചില പ്രയാസവും ദൈവമക്കൾക്ക് ഉള്ളത് നല്ലതാണ്. എങ്കിലും നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? പ്രാർത്ഥിക്കത്തുള്ളൂ. ദൈവത്തിന് നന്ദിയുള്ളവരായി തീരത്തുള്ളൂ. ദൈവത്തിന് നന്ദിയുള്ളവരായി തീരുവാനാണ് ആരാഗ്രഹിക്കുന്നത്? സ്വർഗത്തിലെ കർത്താവ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, നിന്നെ പുറപ്പെടുത്തു, നീ പുതച്ച് എന്റെ പുറകോ. സ്തോത്രം. ഞാൻ കയറുക, ഞാൻ പോവാ, എന്നെ പുറകെ ഞാൻ വന്നാൽ മതി. സ്തോത്രം. പത്രോസ് പുറപ്പെടുക. പത്രോസിന് ഇത് സ്വപ്നമാണോ യഥാർത്ഥ സംഭവമാണോ എന്ന് പത്രോസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിന്തിക്കാൻ പറ്റില്ല. ആ രീതിയിലാണ് ദൈവത്തിന്റെ അത്ഭുതമായ. ഇന്ന് ചില കുടുംബത്തിനകത്ത് ചില ശത്രുവിന്റെ വേരോട് പിഴുതെറിഞ്ഞു മാറ്റി ഇന്ന് ദൈവത്തിന്റെ വാഗ്ദത്തവും ദൈവത്തിന്റെ ദൂതന്റെ കുടുംബത്തിനകത്ത് നിവർത്തിയാവാൻ പോവുക. നിന്റെ തലമുറയെ അനുഗ്രഹിക്കാൻ കഴിയാതെ നിന്റെ കുടുംബത്തെ ബന്ധിച്ചു ചെയ്യുന്ന, നിനക്കെതിരെ വാദിക്കുന്ന ചില ദുഷ്ടാകർഷകരുടെ സേനകളെ, അവരുടെ പ്ലാനുകളെ, പദ്ധതികളെ പരിശുദ്ധാത്മാവ് ഉരുവെടുത്ത് പലരും അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു ഫലം. ഇന്ന് ഫലം നിനക്ക് മറുപടിയുണ്ട്. ഇന്ന് ഫലം നിനക്ക് സാധാരണത്തിന് മുമ്പ് നിനക്ക് മറുപടിയുണ്ട്. 4 മണിക്ക് മുമ്പ് നിനക്ക് മറുപടിയുണ്ട്. ചില വിഷയം നീ കാണാൻ പോവുക, ചില വിഷയം നീ കേൾക്കാൻ പോവുക, ചില വിഷയത്തിന്റെ കുടുംബത്തിനെ അനുഭവിക്കാൻ പോവുക. ജീവനുള്ള ദൈവമുണ്ടെന്ന് തിരിച്ചറിയാൻ പോവുക. നീ ആരാധിക്കുന്ന ദൈവത്തിന്റെ പവർ, നീ ആരാധിക്കുന്ന ദൈവത്തിന്റെ ശക്തി, ആരാധിക്കുന്ന ദൈവത്തിന്റെ കരുതൽ, ആരാധിക്കുന്ന ദൈവത്തിന്റെ ബഹുത്വത്തെ വരുന്നത്, ആരാധിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ വരുന്നത്. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാൻ ദൂത് വിളിച്ചു പോവുക. ഇന്ന് സഭയിലെ പ്രാർത്ഥന, സഭയ്ക്കകത്ത് പറയുന്ന ഓരോ ദൂതും സ്വർഗത്തിൽ ശ്രദ്ധയുള്ള ദൈവം പറയിപ്പിച്ചുകൊണ്ടിരിക്കുക. ഏറ്റെടുക്കുന്ന ദൈവമക്കള്, ഇന്ന് നിന്റെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ ദൂത് നിവർത്തിയാവുക, ആ വാഗ്ദത്തങ്ങൾ നിവർത്തിയാവുക. നിന്റെ തലമുറ അനുഗ്രഹം പ്രാപിക്കുന്നത് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ജനവീക്ഷകനകത്ത് ഇന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. ഇന്ന് പകരം നീ പുറത്തു വരാൻ പോകുന്നതാണ്. ഒരാഴ്ചയിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ രോഗിയായാലും ഏത് പ്രതികൂലത്തിലായാലും പ്രയാസത്തിലായാലും സൺഡേ ആരാധനയ്ക്ക് വരാൻ ദൈവം കൊണ്ടുവരുന്നുണ്ടോ? അപ്പോഴൊരു ബലം വരുന്നുണ്ടോ? ശരീരത്തിനകത്ത് അപ്പോഴൊരു മനസ്സിനകത്തൊരു ബലം വരുന്നുണ്ടോ? ദൈവം കൊണ്ടുവരുന്നുണ്ടോ? അതിന്റെ ഭാഗ്യം, അതിന്റെ കാര്യം എന്തുവെന്നറിയാമോ? ദൈവത്തിന് നിന്നെ കൊണ്ട് ആവശ്യം. നിന്നെ രോഗിയാക്കി എന്ന് വിടാനല്ല, നിന്നെ ക്ഷീണിപ്പിച്ചെന്ന് വിടാനല്ല, പ്രതികൂലത്തിലേക്ക് തള്ളിയിടാൻ വേണ്ടിയല്ല. ദൈവത്തിന് നിന്നെ കുറിച്ച് ഒരു പ്ലാൻ. പക്ഷേ ഞാൻ രോഗിയാ, എനിക്കെല്ലാം ഉണ്ട്, സൺഡേ ആരാധനയ്ക്കൊന്നും എനിക്ക് പോകാൻ പറ്റത്തില്ലെങ്കിൽ നീ ശപിക്കപ്പെട്ട. പച്ച മലയാളത്തിൽ പറയാൻ നീ ശപിക്കപ്പെട്ട. പക്ഷെ ഞാൻ ആരാധനയ്ക്ക് പോകും. ഏത് പ്രതികൂലമായി എന്നെ ആരാധനയ്ക്ക് കൊണ്ടുപോകും. എന്റെ മനസ്സ് തുറന്ന് ഞാൻ ദൈവത്തെ ആരാധിക്കും. ആ 6 ദിവസം എന്നെ പോറ്റിയ ദൈവത്തിന് 7-ാം ദിവസവും ഞാൻ നന്ദി പറയും. നമ്മൾ ഭാഗ്യം നല്ല രോഗം വന്നെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചൊന്നും അല്ല. സ്തോത്രം, സ്തോത്രം. കഴിഞ്ഞ ആഴ്ചകളിൽ ഒരു കാര്യം ഞാൻ പറയാം. സ്തോത്രം. അതെന്തുവാന്ന് എനിക്കറിയില്ല. എന്റെ കാല് നിലത്ത് പോലും തൊടാൻ പറ്റത്തില്ല, ഇന്നും തൊടാൻ പറ്റത്തില്ല. പക്ഷെ ഞാനിവിടെ കൂളായിട്ട് നിൽക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ കൃപയാണ്. കാര്യം എന്തുവാ? സ്തോത്രം. ദൈവത്തിന് അത്രയ്ക്ക് സ്നേഹിക്കുന്നതുകൊണ്ടാണ് ദൈവം കൊണ്ടുവന്നിരിക്കുന്നത്, ദൈവം നിർത്തിയിരിക്കുന്നത്. കാര്യം ദൈവത്തിന്റെ, ഞാൻ എപ്പോഴും എന്റെ കുടുംബത്തോട് ഞാൻ പറയാറുണ്ട്, ഏത് പ്രതികൂലം വരട്ടെ, അവർ പറയും അയ്യോ ഇന്ന വിഷയത്തിനകത്ത് ഈ പോയിന്റ് അനുസരിച്ച് കൊണ്ടുവരുന്ന പ്രതികൂലമാണെന്നെല്ലാം പറഞ്ഞാലും ഞാൻ പറയാറുണ്ട്, സ്തോത്രം, ദൈവവചനമായിട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും എന്റെ ഒരു വിഷയമല്ല, എനിക്ക് ഇതൊന്നും ഒരു ഭാരമേ അല്ല. കാര്യം എന്തുവാ? എന്നോട് ദൈവം പറയുന്നത് ചെയ്യുക. അത് തലപോകുന്ന വിഷയമായാലും
ദൈവം പറയുന്നത് ചെയ്യുക. അത് എന്റെ ഫ്രണ്ട് ഇനി മരണമാവുള്ളെങ്കിൽ എനിക്കതിനെ കുറിച്ച് ഒരു പേടിയില്ല. കാര്യം ദൈവം എന്തു പറഞ്ഞാലും അത് ചെയ്യും. അത് കഴിയുമ്പോൾ ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ്. കാര്യം എന്തുവാ, എന്റെ ദൈവം പറയുന്നത് ചെയ്യാനാ ആരും വിളിച്ചത്, എന്റെ കർത്താവിനെ വിളിച്ചത്. ഞാൻ ഇറങ്ങി വന്നത് അതിനു വേണ്ടിയാണ്. അല്ലാതെ എന്റെ കുടുംബത്തെ ഉയർത്താനോ അല്ലെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളെ ഉയർത്തി പഠിപ്പിച്ചാലും അവരെ അവരുടെ രീതിയിൽ വിടാനോ ഒന്നും അല്ല ദൈവം എന്നെ കൊണ്ടുവന്നേക്കുന്നത്. ഞാൻ വന്നിരിക്കുന്ന കർത്താവിന്റെ വേലയ്ക്ക്. ഞങ്ങൾ 5 പേരും കർത്താവിനെ പോകാം. ജീവിക്കുവാണ് ഈ കർത്താവിനെ, മരിക്കുവാണ് ഈ കർത്താവിന്. സ്തോത്രം. കഴിഞ്ഞ ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ഞായറാഴ്ച അങ്ങ് ഞായറാഴ്ചയാണ്. സ്തോത്രം. അഭിജിത്തിന്റെ ഒരു അമയാലിലെ ഫ്രണ്ട് സ്തോത്രം ആത്മഹത്യ ചെയ്തു. അപ്പൊ അഭിജിത്തിനെ ഇങ്ങനെ വിളിച്ചു. ഞാൻ സംസാരിച്ചപ്പോ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ച ഒരു കാര്യം, ചെറിയ നിസ്സാര വിഷയത്തിലാണ്. ഒരു മോനെ ഉള്ളു. എന്താ ഞാൻ അതറിയാം, ഒരു മോനെ ഉള്ളു. 10-24 വയസ്സുള്ള പയ്യൻ കല്യാണം കഴിച്ചു. 2 വർഷം പോലും ആ ദാമ്പത്യ ജീവിതം കഴിഞ്ഞു ജീവിച്ചു. ചെറിയ നിസ്സാര വിഷയത്തിൽ മരിച്ചു. ഞാനപ്പോ ഓർക്കുക, കർത്താവെ അങ്ങേ ഞാൻ അറിഞ്ഞില്ല. ഞാൻ എത്ര വട്ടം ആത്മഹത്യ ചെയ്തു, എത്ര കയറെടുക്കേണ്ട വന്നു, എത്ര വിഷമടിക്കേണ്ട വന്നു, എത്ര വട്ടം മരിക്കേണ്ട സംഭവങ്ങൾ വന്നിട്ട്. പക്ഷെ എന്റെ യേശുവിനെ ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ഒരു ബോധമില്ല. മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്, ഇല്ലെന്നൊന്നല്ല ഞാൻ പറഞ്ഞു. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ വേണ്ട, ഇനി മുന്നോട്ട് വന്ന താല്പര്യമില്ല, തീർക്കുക വയസ്സ്. അപ്പോഴും ദൈവത്തിന്റെ ആത്മാവെ, നീ ആരാടാ, നീ എന്താടാ? കർത്താവ് ചോദിക്കുന്ന ചോദ്യം, നീ ആരാടാ, എന്താടാ നീ പറയുന്നത്? നീ എന്റെ നാമം ലജ്ജിപ്പിക്കാൻ ഇറങ്ങിയവനല്ല, എന്റെ നാമം ഉയർത്താൻ ഇറങ്ങിയതോ. ആ ഒറ്റ വാക്ക് കേൾക്കുമ്പോഴ് ഇനി ഒരു 10 കോടി തരുമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷം വരത്തില്ല. ഒറ്റ വാക്കില്ല. ആ മനസ്സിനകത്ത് ഭാരപ്പെട്ടു പോയ ഒറ്റ നിമിഷം. ഇതെല്ലാം ആത്മഹത്യ എല്ലാം പറയുന്നത് ഒറ്റ സെക്കൻഡിന്റെ ചിന്തയോ, ഒറ്റ സെക്കൻഡിന്. അത് വേണമെങ്കിൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് മാറ്റാം. ഒറ്റ സെക്കൻഡിന്റെ ചിന്തയാണ്. സ്തോത്രം. എഴുത്തമായി പറയുക, ഞാൻ പറയും ഈ മതി കർത്താവ്, എനിക്ക് മതി. ഏരിയാവിനെ പോലെയല്ല ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മതി മതി, എനിക്ക് മതി, എനിക്ക് ഓടാൻ, ഇനി എനിക്ക് പറയാം. അപ്പോഴേ ദൈവം ചോദിക്കുന്നത്, എന്താണ് നീ പറയുന്നത്, എന്തോ നീ പറയുന്നത്? ചില കഴിപ്പിടെ കർത്താവ് പറയും, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില നമ്മളെ ഒന്ന് ശാന്തമാക്കും. നമ്മളിപ്പോ ചാടേണ്ട എല്ലാം ചാടി, സ്തോത്രം, പറയേണ്ട എല്ലാം പറയും. 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളത് ഒതുങ്ങി അങ്ങോട്ട് ഇരുന്ന് കൊടുക്കും. കർത്താവ് പറയും, എന്താണ് നീ പറഞ്ഞത്, എന്തുവാണ് നീ പറഞ്ഞത്? എന്റെ നാമത്തെ ലജ്ജിപ്പിക്കാനല്ല നിന്നെ വിളിച്ചത്, എന്റെ നാമത്തെ ഉയർത്തുവാനാണ്. പൗലോസിനോട് പറയുന്നത് പോലെ, ഈ കാലഘട്ടത്തിൽ കിടക്കുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ നീ നിന്ദിക്കപ്പെട്ട് കിടക്കുന്നിടത്തോ അല്ല, നിന്നെ യെരൂശലേമിനെ ഫ്രണ്ടിൽ കൊണ്ടുപോകാനുണ്ട്, നിന്നെ പല രാജ്യത്തിനകത്ത് കൊണ്ടുപോകാനുണ്ട്, പല രാജാക്കന്മാരെ വേണ്ടി കൊണ്ടുപോകാനുണ്ട്. ദൈവം അപ്രകാരം പറയും, ദൈവം നിന്നെ വിളിച്ചത് വെറുതെ വിടാനല്ല, ഉപേക്ഷിച്ച് കളയാനല്ല. ഇപ്പോഴും ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ വഴിയിൽ ഉപേക്ഷിക്കുന്നവരെ ദൈവത്തെയല്ല ഞാൻ ആരാധിക്കുന്നത്. ഇന്ന് പകൽ പ്രിയ ദൈവം ജനമേ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു, വഴിയിൽ ഉപേക്ഷിക്കുന്നവരെ യേശുവിനെയല്ല ഞാൻ ആരാധിക്കുന്നത്, വഴിയിൽ ഉപേക്ഷിക്കുന്നത് യേശുവിനെ ആരാധിക്കുന്നത്. ആപത്തും പ്രതികൂലം പ്രയാസങ്ങൾ വരുമ്പോൾ തള്ളിയുന്നത് യേശുവിനെ ആരാധിക്കുന്നത്. ആപത്തും പ്രതികൂലം കൂടുമ്പോ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്നവരെ ഞാൻ ആരാധിക്കുന്നത്. അതാണ് യേശു
വഴി ഉപേക്ഷിക്കുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. സ്തോത്രം. ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ ചെങ്കടല് മുന്നിൽ നിൽക്കുന്നു. പുറവിൽ മിസ്രൈമുകാർ പുറവെ അവരെ വേട്ടയാടാൻ വന്നിരിക്കുന്നു. ചെങ്കടലിന്റെ പിന്നിൽ മുന്നോട്ട് സ്റ്റെപ്പ് കൊടുക്കാൻ പറ്റുന്നില്ല. ചെങ്കടൽ അമികാലിൽ നിൽക്കുക. ബാക്കിലോട്ട് നോക്കുമെന്നുവോ മിസ്രൈം അവരെ പിന്തുടരുക, അവരെ നശിപ്പിക്കുവാൻ പിന്തുടരുക. ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ പുരുഷനായ മോശയോട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള വഴി നീട്ട്, കടലിലേക്ക് നീട്ട്. കടലിലേക്ക് നീട്ടി ചെങ്കടൽ എന്ത് ചെയ്തു? ഒരിക്കലും സംഭവിക്കാത്ത സംഭവം, ഒരിക്കലും ലോകത്തിൽ ഇതുവരെ സംഭവിക്കാത്ത സംഭവം എന്ത് ചെയ്തു? ചെങ്കടലിൽ രണ്ടാട്ടങ്ങ് മാറിക്കൊടുത്തു. അവൻ വൻ മതിലായി തീർന്നു. ഇടയ്ക്ക് വഴിയിട്ട് കൊടുത്തു. ഇസ്രായേൽ ജനം മുഴുവനും അക്കരയ്ക്ക് കയറി കഴിഞ്ഞപ്പോ മിസ്രൈമും ഇതേ വഴി കൂടെ വരുമ്പോ ആരെ തകർക്കാൻ? ദൈവജനത്തെ തകർക്കാം. ഇതൊരു കാര്യമാണ്. പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ അനുഗ്രഹവും ആര് പ്രാപിക്കാറുണ്ട്? ശത്രുവായ പിശാച് പ്രാപിക്കാറുണ്ട്. അതിനകത്ത് പുതിയ നിയമത്തിനകത്ത് പറയുന്ന ഒരു പോയിന്റ്, ഞാൻ അതിലേക്ക് വരാം. സ്തോത്രം. കയറി പോവാ. ഇസ്രായേൽ ജനം അപ്പുറത്ത് വന്നു, കരക്ക് കയറിപ്പോ ഇസ്രായേലിലെ ജനം എന്ത് ചെയ്യുക? ഇവരെ പിന്തുടരുക. ആരുടെ പാതയിൽ? ദൈവം ഒരുക്കിയ ദൈവജനത്തിന്റെ പാതയെ നോക്കി പിന്തുടർന്നുകൊണ്ടിരിക്കും. അത്ഭുതം കണ്ട് പിന്തുടർന്നിരിക്കും. ചുറ്റും നോക്കുമ്പോൾ എന്തുവാ? രണ്ട് മതിലാട്ടി ചെങ്കടലും അതിൽ കൂടെ അവരും വരുക. മറ്റവര് സ്തുതിയും സ്തോത്രവും പാടി ആർക്കൂട്ട് ദൈവത്തെ സന്തോഷിച്ചുകൊണ്ട് പോകുമ്പോ ഈ സന്തോഷിക്കുന്ന ദൈവത്തെ തകർക്കാൻ ദൈവം ഒരുക്കിയ അനുഗ്രഹത്തിനകത്ത് ആരും വന്നിരിക്കുക? ഇസ്രായേൽ വന്നിരിക്കുക. സ്തോത്രം. പക്ഷെ അവരുടെ ഹൃദയം ദൈവത്തെ സ്തുതിക്കാനല്ല, ദൈവത്തെ മഹത്വപ്പെടുത്താനല്ല, ദൈവജനത്തെ നശിപ്പിക്കുവാനാണ്. ഇതേപോലെ ഇന്ന് ദൈവസഭയ്ക്കകത്ത് നിൽക്കുന്നത് ജീവിക്കുന്ന ദൈവജനത്തെ നോക്കി ജീവിക്കാത്ത പറയുമ്പോൾ എന്ത് ചെയ്യുമോ? പിന്തുടർന്നുകൊണ്ടിരിക്കുക, ഇതിനെ നശിപ്പിക്കുക. സ്തോത്രം. ദൈവത്തെ അറിയാത്തവരല്ല പിന്തുടരുന്നത്. ദൈവത്തെ അറിയാത്തവർ ഒരു കാര്യത്തിൽ നിൽക്കുന്നില്ല, ദൈവത്തെ അറിയുന്നവരാ പിന്തുടരുന്നു. കർത്താവ് പറഞ്ഞു, മോശയോട് പറഞ്ഞു, എന്ത് ചെയ്തു? എല്ലാവരും കയറിയില്ലയോ? തിരിച്ച് കമ്പൊന്ന് നീക്കാൻ പറഞ്ഞു. കമ്പ് നീട്ടിയപ്പോ എന്ത് ചെയ്തു? ചെങ്കടലങ്ങ് വേണ്ട. ചെങ്കടലങ്ങ് ഒന്നായി കഴിഞ്ഞപ്പോൾ അതിനകത്തായിപ്പോയി. ആരെ നശിപ്പിക്കാൻ വന്ന ശബ്ദം. ഇത്രയേ ഉള്ളൂ നമ്മളെ കാര്യം. നമ്മളെ പിന്തുടരുന്നവനെല്ലാം നമ്മളെ പാതയെ കുറെ എല്ലാം സൂഹിക്കും, നമ്മളെ എല്ലാം കുറെ എല്ലാം ചവിട്ടി മെതിച്ച് അവൻ സന്തോഷിക്കും. അവൻ മറ്റുള്ളവരുടെ വേണ്ടി പറഞ്ഞ് അവൻ ചിരിക്കും. പക്ഷെ അവന്റെ അവസാനം ഇതാ, എന്ത് ചെയ്യും? മുങ്ങിപ്പോവും. മുങ്ങിപ്പോയി. അവരെ മുങ്ങിക്കിടന്ന് ചത്തുപോയി. ആ രീതിയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു. നിന്റെ സഭയ്ക്കെതിരെ ദൈവജനത്തിനെതിരെ നിൽക്കുന്ന ദുഷ്ടശക്തിയെ ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുക. ഇന്ന് പകൽ ജനമേ ആരംഭം തുടങ്ങിയിരിക്കുക. ജനത്തെ കേൾക്കാൻ പോവുക, കാണാൻ പോവുക, അനുഭവിക്കാൻ പോവുക. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാൻ പോവുക. മുങ്ങിപ്പോയി, തീർന്നു, പരിപാടി തീർന്നു. ഇത്രയേ ഉള്ളൂ നമുക്കെതിരെ വരുന്ന ശത്രു. പുതിയ നിയമത്തിനകത്ത് നോക്കുമ്പോൾ ഒരു യജമാനൻ നല്ല വിത്ത് കൊണ്ട് എന്ത് ചെയ്തു? നിലത്തുകൊണ്ട് വിതറി. നല്ല വിത്ത് ഇടുമ്പോൾ നിലത്ത് കുഴിച്ചിടുമ്പോൾ അതിന് വേണ്ട വളം, അതിന് വേണ്ട വെള്ളം, അതിന്റെ കാര്യങ്ങളെല്ലാം നല്ല വിത്തിന് കൊടുത്തു. ജോലിക്കാർ വന്ന് ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഓടി വന്ന് യജമാനോട് പറഞ്ഞു, യജമാനൻ നല്ല വിത്തല്ലേ നിലത്ത് വിതച്ചേ? അതേപോലെ നല്ല വിത്ത വിതച്ചേ. നല്ല വിത്ത് വിതയ്ക്കത്തുള്ളൂ. കാര്യം എന്തോ? നല്ല വിത്ത് വിതച്ചാലേ അതിനകത്ത് ഫലം കിട്ടത്തുള്ളൂ. നല്ല വിത്തില്ലാത്തത് ഫലം കിട്ടും? ഫലം കിട്ടത്തില്ല. നല്ല വിത്താണ് വിതച്ചത്. അതെന്താണ് ചോദിച്ചത്? അല്ല, അതിൻ്റെ കൂടെ കളയും കയറി. ആരെ നന്മയെ അനുഭവിക്കുന്നത്? നല്ല വിത്തിന് കൊടുത്ത വളവും, നല്ല വിത്തിന് കൊടുത്ത മണ്ണും, നല്ല വിത്തിന് കൊടുത്ത വെള്ളവും ആര് കുടിക്കുക? കള ഉരച്ച് കള കയറിയ വരിക. വിത്തിന്റെ കാട്ടി വലുതായിട്ട് വരിക. ഉദാഹരണത്തിന് ചോദിച്ചാല്, നമ്മൾ വീടിന്റെ അവിടെ ഒരു വാഴ കണ്ടാൽ അല്ലെങ്കിൽ തെങ്ങ് കണ്ടാൽ നമ്മൾ പോയിട്ട് നിന്നും നോക്കി അതിന് വേണ്ട വളവും കൊടുത്ത് വളർത്തും. ഈ പോച്ച ആര് കയറിയെങ്കിലും ഒരു പ്രയോജനമില്ല. ഉണ്ടോ? അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. നമുക്ക് ശല്യമല്ലാതെ ഒരു പ്രയോജനമില്ല. ഇതെന്ത് ആത്മാവ് കയറിയേണ്ട സ്തോത്രം. മരുന്നടിക്കാൻ പറ്റും. മരുന്നടിച്ചാൽ നല്ല വിത്ത്, നല്ല സ്തോത്രം ചെയ്തു വെച്ചിരിക്കുന്നത് നശിച്ചു പോകും. അല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും നടാൻ പറ്റുമോ? ആ മണ്ണില്ലാതായി. സ്തോത്രം.
അപ്പോഴേ യജമാനൻ പറഞ്ഞു, സാരമില്ല, വളരെ ഒരു കൊയ്ത്തിന്റെ സമയം. കൊയ്യുമ്പോ നല്ലത് കറപ്പുറേ വരും, കളയല്ലേ തീയിലിട്ട് ചുട്ടുകളയും. മക്കളെ, ദൈവജനത്തിനും ദൈവ മക്കൾക്കും എതിരെ നിൽക്കുന്ന ശത്രുവിന്റെ കാര്യം ഇത്രയോ. അവസാനം എന്തിനുള്ളതാ? ചുട്ടുകളയുവാനുള്ളത്. ചുട്ടുകളയുക. ചിലതെല്ലാം ഞാൻ ഒരു ഓർക്കുക, ചിലതെല്ലാം റിട്ടയർമെന്റ് ആയാൽ പോലും, അത്രയും പ്രായമായ പോലും ദൈവത്തെ കീഴ്പ്പെടാൻ വേണ്ടി പിന്നെയും എനിക്കെന്നുള്ള ചിന്തയാണ്. സ്തോത്രം. തീരാറായി, എപ്പം വേണമെങ്കിലും തീരും. എക്സ്പയർ പീരീഡ് ആയി. സ്തോത്രമാല ചില കടകളിലെല്ലാം ചില സാധനം ഇങ്ങനെ തുടച്ചു വിരിക്കി വെക്കും. അതിനെ നോക്കുമ്പോ എക്സ്പയർ പീരീഡ് കഴിഞ്ഞു. കാണുമ്പോ ഭംഗിയുണ്ട്. എക്സ്പയർ പീരീഡ് കഴിഞ്ഞ് കാണുമ്പോ ഭംഗിയുണ്ട്. എക്സ്പയർ പീരീഡ് കഴിഞ്ഞാൽ പിന്നെ അത് പൊട്ടിച്ച് തിന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഇഷ്ടപ്പെടുന്നത്. അതേപോലെ ചിലത് എക്സ്പയർ പീരീഡ് ആയാലും അങ്ങ് മാനുഷിക ജഡത്തിന് വേണ്ടി നിൽക്കുന്ന അല്ലെങ്കിൽ സ്വന്തം ജഡീകനായിട്ട് ജീവിക്കുക. എക്സ്പയർ പീരീഡ് ആയി എരിയെങ്കിലും നിന്ന് നിലവിളിക്കും. എനിക്കറിയാവുന്ന ഒരു സഹോദരന്റെ സാക്ഷി ഞാൻ പറയാം. നിങ്ങൾ 10-65 വയസ്സ്, 10-70 വയസ്സുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 10-70 വയസ്സ്. ഇയാള് 70 വയസ്സ് വരെ ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും ടോപ്പിൽ നിന്ന് ജീവിച്ചാണ്. സമ്പത്തെല്ലാം ഉണ്ട്, ഇഷ്ടംപോലുണ്ട്. സഭയ്ക്കകത്ത്, ദൈവീയ വിശ്വാസത്തിനകത്ത് വിശ്വാസിയാണ്. പക്ഷേ വിശ്വാസിയുടെ സഭ ഭരിക്കുന്ന മൊത്തം പുള്ളിയാണ്. പുള്ളിയുടെ കയ്യിൽ കൂടെ സഭ പോകുന്നു. പക്ഷെ പുള്ളി ചെയ്യാത്ത മ്ലേച്ഛതകളും പാപങ്ങളും പലപ്പോഴും ഈ സഭയ്ക്ക് പുറത്തൊരു നാണക്കേട് വരുമെന്ന് ഇദ്ദേഹത്തിന്റെ പേരാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ പേര് അവർ സഭക്കാർ പറയത്തില്ല. കാര്യം എന്തുവാ? ഇദ്ദേഹം ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാ കാര്യവും നടത്തിക്കൊള്ളു. പൈസ ആയാലും മറ്റുള്ള കാര്യങ്ങളെല്ലാം നടക്കും. അതുപോലെ പിടിപാടായാലും എല്ലാം ആർക്കുണ്ട്? ഇദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്താലും എന്ത് ചെയ്യത്തില്ല, സഭ സഭ മിണ്ടത്തില്ല. സഭ മിണ്ടത്തില്ല, പാസ്റ്റർ മിണ്ടത്തില്ല. കിട്ടുന്നതാണ്. പാസ്റ്റർ മിണ്ടിയ പോക്കറ്റ് നിറയുന്നു. പാസ്റ്റർ മോക്ക് ലണ്ടനിൽ പഠിക്കണ്ടേ, UK പഠിക്കണ്ടേ, പുള്ളിയെ സൂപ്പിട്ടേ പറ്റത്തുള്ളൂ, സൂപ്പിച്ചേ പറ്റത്തുള്ളൂ. എനിക്കാരെ സൂപ്പിക്കണ്ട. എനിക്ക് ലണ്ടനിലും വിടണ്ട, കാനഡയിലും വിടണ്ട. എന്റെ കുഞ്ഞുങ്ങൾ അല്ലാതെ പഠിച്ചാൽ മതി. അവര് പഠിച്ചില്ലെങ്കിൽ പഠിച്ചില്ലെന്നേ ഉള്ളൂ. അവർ പഠിക്കുന്ന രീതിയിൽ പഠിച്ചാൽ മതി. പോക്കറ്റ് നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ഇദ്ദേഹത്തെ ഓർത്ത് പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട്. എനിക്ക് വ്യക്തിപരമായി അറിയാം. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഇതിനെ ഒന്ന് തുറത്തില്ലേ ഓർത്താറ്, ഒരു വയസ്സായി ഇതിനെ ഒന്ന് തുറത്തില്ല. ദൈവം എന്താ തൊടാത്തത്? ഇതെല്ലാം നാണക്കെട്ട കേസുകളല്ല. പക്ഷെ പുള്ളി അവസാന സമയത്ത് ഒരു 2 മാസം മുമ്പേ പുള്ളി ഈ 2 മാസം മുമ്പേ തന്നെ, കുറച്ച് നാൾക്ക് മുമ്പേ തന്നെ ഈ സഭയുടെ സകല അധികാരത്തിനും പുള്ളി പുറത്തു. അപ്പൊ പലരും പുള്ളിയുടെ തലയിലോട്ട് കൊടുക്കാൻ നോക്കിയിട്ട് പുള്ളി എന്ത് ചെയ്തു? അതിനെല്ലാം ഒഴിഞ്ഞു. വേണ്ട, എനിക്ക് വേണ്ട എന്നുള്ള ഒഴിഞ്ഞ് പുള്ളിക്കാരൻ ഈ ഒരു സ്തോത്രമാലയിൽ ഒരു 2 മാസത്തിന് മുമ്പേ പുള്ളി സഭയ്ക്കകത്ത് ഓപ്പണായിട്ട് എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ ചെയ്യാത്ത പാപമൊന്നുമില്ല. എല്ലാം പുള്ളി ഏറ്റു പറഞ്ഞു. സഭയ്ക്കകത്ത് പലർക്കും ഞെട്ടലുണ്ടായി. പുള്ളി ഇത്രയും ഏറ്റു പറഞ്ഞു. സ്തോത്രം. പുള്ളി 2 മാസം കഴിഞ്ഞപ്പോൾ ഒരു നീച മരണം കൂടി. വെറും പുള്ളിയെ സംബന്ധിച്ച് അങ്ങനെയുള്ള മരണമല്ല, അർഹതപ്പെടാത്തത് വല്ലാത്ത മരണം. എല്ലാവർക്കും എപ്പോഴും ചിരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സാക്ഷ്യം പറയാൻ പറ്റുന്ന രീതിയിൽ ഇതാണ് ദുഷ്ടന്റെ മരണം എന്ന് പറയുന്ന രീതിയിൽ ഒരു മരണം. എങ്കിലും ഞാൻ പറയുക, കർത്താവ് ജന്മം പുള്ളിയെ സ്വന്തം അറിയുന്നത് പുള്ളി പരസ്യമായിട്ട് നേരിടുക. പുള്ളി ആ 2-3 മാസം പുള്ളിയെ തന്നെ കഴിയും. ഞാൻ പറയുന്നതേ ഉള്ളൂ, അതിനും അതനുവദിക്കുന്നില്ല. എങ്കിലും ഞാൻ പറയുമ്പോൾ പുള്ളി പറയേണ്ടതല്ല പറഞ്ഞു. പുള്ളി ഈ ലോകത്തിന് മാറ്റപ്പെട്ടുകൊണ്ടേ. പുള്ളിയുടെ മരണമൊന്നും അങ്ങനെയൊന്നും നടക്കേണ്ട മരണമല്ല, അടക്കമൊന്നും അങ്ങനെ നടക്കേണ്ട അടക്കമൊന്നുമാണ്. സംഭവം ഇഷ്ടം പോലുണ്ട്. വലിയ കുടുംബക്കാരെല്ലാം ഞാൻ അവർക്ക് ചിലതെല്ലാം ഇത്ര റിട്ടയർമെന്റ് ആയാലും പ്രായമായാലും ഇപ്പോഴും ജഡീകനായിട്ട് ജീവിക്കുക. എന്നിട്ട് എന്തുവാ? ആത്മീയത്തിനകത്ത് പുറത്ത് നല്ലവനാക്കാം. ഇതേപോലെ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചപ്പോൾ, തമ്പുരാനെ ക്രൂശിച്ചപ്പോൾ ഇതുപോലെ ദൈവജനം എന്ന് പറയുന്ന ദൈവത്തിന്റെ അത്ഭുതവും അടയാളവും അനുഭവിച്ചവരാ ഗർവാസനെ വിട്ടുതരാനും കർത്താവിനെ ക്രൂശിക്കുവാനും പറഞ്ഞു. അപ്പൊ ദൈവത്തിന് വേണ്ടി യഥാർത്ഥമായ ദൈവവചന പ്രകാരം ജീവിക്കുന്ന ദൈവമക്കളോട് ചോദിക്കും, ഞങ്ങളും പെന്തിക്കോസിൽ പോകുന്നതാ, പിന്നെ നിങ്ങൾക്ക് മാത്രമുണ്ട് ഇത്രയും പ്രത്യേകത. ആ പ്രത്യേകത ഉണ്ടല്ലോ. ആ പ്രത്യേകത ഇല്ലെങ്കിൽ ഈ മാർഗത്തിൽ വരരുത്. ഈ മാർഗത്തിൽ ഈ പുസ്തകം തുറന്നുകൊണ്ട് നീ ഇറങ്ങി തിരിക്കുവാണെങ്കിൽ നിനക്ക് പ്രത്യേകത ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഈ പണിക്ക് നീ വരല്ലേ. നീ ലോകമായിട്ട് ജീവിച്ചോളാം. എന്റെ പോളിസി അതാ, ലോകമായിട്ട് ജീവിച്ചോളാം.
ഈ വചനം ചുമന്ന് നീ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, ഈ വചനത്തെ ചുമക്കുന്നെങ്കിൽ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ട് അത് ചുമക്കാൻ ഭാഗ്യം നൽകി. അപ്പൊ ഇത് ചുമക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? ആ പ്രത്യേകത നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. പ്രത്യേകത ഇല്ലെങ്കിൽ ഇത് ഒരിക്കലും എന്ത് ചെയ്യല്ലേ? ചുമക്കണ്ടേ? ചുമന്നു കഴിഞ്ഞാൽ ഈ ചുമക്കുന്നവരോട് നാണക്കേട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില സമയത്ത് ഞങ്ങൾ മതി കർത്താവ്, മതി എന്ന് പറയുമ്പോൾ കർത്താവ് പറയും, എന്റെ നാമം ലജ്ജിപ്പിക്കാനാണോ നീ ഇറങ്ങിയത്? എന്റെ നാമം ഉയർത്തുവാനാണ് നീ ഇറങ്ങിയത്. ആ ഒറ്റ വാക്കിലാണ് ഇരട്ടി ശക്തിയോട് പുറത്തു വരുന്നത്. ഇരട്ടി കരഞ്ഞതും നിലവിളിച്ചതും എല്ലാം ഇരട്ടി ശക്തിയോട് പുറത്തു വരുന്ന ഈ ഒറ്റ മൂതിലാണ് എന്ന് പറയുന്നത്, എന്റെ നാമം ലജ്ജിപ്പിക്കുവാനല്ല, പരിഹസിപ്പിക്കുവാനല്ല, എന്റെ നാമം ഉയർത്തുവാൻ ഇറങ്ങിയത്. നമുക്ക് ഓരോരുത്തരും വിളിച്ചിരിക്കുക അങ്ങനെയാണ്. എന്തിനു വേണ്ടിയാണ്? എന്റെ കുടുംബത്തിൽ, എന്റെ ചാർച്ചക്കാരിൽ, എന്റെ ബന്ധുക്കളിൽ, ഞാൻ വസിക്കുന്ന ദേശത്ത് ഞാൻ ഈ ബൈബിളും പിടിച്ചിറങ്ങിയിരിക്കുന്നത് എന്റെ നാമത്തെ, എന്റെ തമ്പുരാനെ, എന്റെ കർത്താവിനെ ഉയർത്തുവാൻ അപൂർണ്ണ ബോധ്യത്തോടായിരിക്കണം ആരും നിൽക്കുന്നത്. ദൈവമക്കളെ അപ്പോഴേ ചില നിസ്സാര വിഷയങ്ങളൊന്നും കൊണ്ടുവന്ന് അംഗീകരിക്കില്ല. നമ്മള് ക്ഷീണിച്ചു പോകും. ശക്തിമാണ് ക്ഷീണിച്ചു പോകും. നമ്മൾ വിലപ്പെട്ട ശക്തികളാണ്. നമ്മൾ ക്ഷീണിച്ചു പോകുന്നതിന്റെ കാര്യം നമ്മളെന്തോ നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മളെ വിളിച്ച വിളി എന്തോ അറിയത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ സ്തോത്രവാലരിയ ഈ 49 വയസ്സായിരിക്കും. ഈ 49 വയസ്സ് കണ്ടിട്ടല്ല കർത്താവിനെ വിളിച്ചത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ആര് വിളിച്ചതാണ്? കർത്താവ് വിളിച്ചതാണ്. ഈ 49 വയസ്സിന്റെ യോഗ്യത കണ്ടല്ല കർത്താവ് വിളിച്ചത്. യോഗ്യത കണ്ടല്ല കർത്താവ് വിളിച്ചത്. കർത്താവ് വിളിച്ചതിന് വേണ്ടിയാ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ ദൈവത്തിന് ഓക്കെയാണ്. ദൈവം ആ ഭാഗ്യം എനിക്ക് ദൈവം തന്നു. ദൈവം തന്നു. ഇന്ന് പ്രിയ ദൈവം ജനമേ, കള വന്നു. യജമാനൻ പറഞ്ഞു സാരമില്ല, കളകൾ വളരും. ആരുടെ ഇതിലാണ് കള വസിക്കുന്നത്? നല്ല വിത്തിന് കൊടുത്തിരിക്കുന്ന വളത്തിൽ, നല്ല വിത്തിന് കൊടുത്തിരിക്കുന്ന ആ അനുഗ്രഹത്തിനകത്താണ് കളയും അനുഗ്രഹപ്പെടുന്നത്. ഇതേപോലെ ചില ദുഷ്ടത എന്തെയും നമ്മളോട് വളരും. പക്ഷേ ഇതിനൊരു കൊയ്ത്തിന്റെ കാര്യമുണ്ട്. അന്ന് നീ ഇതെല്ലാം വേർതിരിപ്പുണ്ട്. ഒരു വേർതിരിപ്പിക്കുന്ന കാര്യം. സ്തോത്രം. ഞാൻ പറയാം, ഒരു പ്രായമില്ലായിരിക്കാൻ ഞാൻ പിന്നെ അങ്ങ് ഏറ്റു പറഞ്ഞു. ദൈവസഭയിൽ സ്ഥലം പറയുന്നു കഴിയുമോ? ഇനിയുള്ള ആയുസ് ദൈവത്തിന് വേണ്ടി. ഇത്രയും കാലം എനിക്ക് വേണ്ടി ജീവിച്ചു. ഇനിയുള്ള ആർക്ക് വേണ്ടിയാണ്? ദൈവത്തിന് വേണ്ടി. എന്നെ പോറ്റുന്ന ദൈവത്തിന് വേണ്ടിയാണ്. അങ്ങനെ ജീവിച്ചാൽ നിത്യമായി ഉറപ്പോട് പറയാം, അവൻ നിത്യതയാണ്. ആരോടൊപ്പം? ദൈവത്തോടൊപ്പം. സ്തോത്രം. ദൈവത്തോടൊപ്പം. മോശ വഴി നീട്ടി കടലിലാണ് താഴെ പോയി. ദുരിത നശിപ്പിക്കാൻ വന്ന ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? നശിച്ചു. പുതിയ നിബന്ധനകത്ത് പറയുന്നു, യേശു കടലിന്റെ മേളിൽ കൂടെ നടന്നു. മറ്റേ കടലിനെ രണ്ടാക്കി കൊടുത്തു. ഇനി ഒരിക്കലും കാണാത്ത വലിയൊരു അത്ഭുതമാണ്. ആരെ? യേശു കടലിന്റെ മേളിൽ കൂടെ നടന്നു. ഇന്ന് അതിന്റെ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് പല സ്തോത്രം കടലിന്റെ മേളിൽ കൂടെ, വെള്ളത്തിന്റെ മേളിൽ കൂടെ നടക്കാൻ പറ്റുന്ന ഒരു ചെരുപ്പ്, എയറെല്ലാം കൊടുത്ത്, ഗ്യാസ് എല്ലാം കയറ്റി, ഇതെല്ലാം ഇതിന്റെ പ്ലാനിങ്ങാ. ഇതെങ്ങനെ മേളിൽ കൂടെ പോകാൻ പറ്റും? ഇപ്പൊ ചെയ്തോണ്ടിരിക്കുവോ? ഓരോരുത്തർ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കും. അതേപോലെ പരീക്ഷണമല്ല, യേശുവാണ്. യേശുവാണ് അവിടെ നടന്നു. സ്തോത്രം. യേശു കടലിന്റെ മേളിൽ കൂടെ വന്നു. ഗ്ലാസിന്റെ മേളിൽ നടക്കുന്ന പോലെ നടന്നു വന്നെന്ന് പറയാം. കരുതുക, തിരമാലക്കകത്തൊന്നും യേശു ഒരയുന്നില്ല. യേശു നടന്നു വരും. ഇത് കണ്ടപ്പോൾ പത്രോസ് പറഞ്ഞു, തമ്പുരാനെ ഞാനും നടന്നു. ഞാനിപ്പോ പറയാ യേശുവിന്റെ സ്നേഹം ഇല്ല, വേണ്ട, ഞാൻ മാത്രം നന്നാ മതി, നീ ഇത് കണ്ടാ മതി. യേശു പറഞ്ഞു, വാ നീ വാ. അപ്പൊ ഞാൻ ഏത് ആഗ്രഹവും സാധിച്ചു തരുന്ന കർത്താവാണ്. ഇല്ലയോ? നമുക്കൊരു ആഗ്രഹമുണ്ട്. നമുക്കൊരാഗ്രഹമുണ്ട്. ആ ആഗ്രഹങ്ങൾ നമ്മളെ അപ്പനും അമ്മയോട് പറയുന്നതിന്, ഭാര്യ ഭർത്താവിനോട് പറയുന്നത്, ഭർത്താവ് ഭാര്യയോട് പറയുന്നതിനെല്ലാം ലിമിറ്റുണ്ട്. മക്കളോടെല്ലാം പറയുന്ന ലിമിറ്റുണ്ട്. ഇല്ലയോ? അതെന്തും ഒരു ആഗ്രഹമാണ്. ഇങ്ങനെ ചോദിച്ചാൽ ചില ആഗ്രഹം പറഞ്ഞു. പക്ഷെ നമ്മൾ ആഗ്രഹം ആർക്കറിയാം? ദൈവത്തിനറിയാം. സ്തോത്രം. യേശു ഉടനെ വന്നിട്ട് അത്യാഗ്രഹമാണെന്നല്ല പറഞ്ഞു. വാടാ. പത്രോസ് എന്ത് ചെയ്തു? ഓടിച്ചെന്നു. ഓടിച്ചെന്നിട്ട് പത്രോസ് 2-3 സ്റ്റെപ്പെല്ലാം നടന്നു. യേശു അടുത്തേക്ക് പത്രോസ് ഞാൻ കടലിന്റെ വെളിപ്പെടുന്ന നടക്കുന്നുണ്ടോ? ഈ ഇറയുന്ന കടലിന്റെ വെളിപ്പെടാണോ ഞാൻ നടക്കുന്നത്? ഒന്ന് ചിന്തിച്ച് തക്കാൻ പറഞ്ഞാൽ അപ്പോഴേ ആരെ കൽപ്പിച്ചു. അപ്പോഴും ഞാൻ ഓർക്കുക യേശുവിന്റെ സ്നേഹം ഉണ്ടോ?
അന്ന് നമ്മളത് പറയും കുറച്ചവിടെ കിടക്കണം, വെള്ളം പിടിച്ചു നീന്തറിയാമോ അത് മുക്കുവാൻ ഇച്ചിരി ഉപ്പുവെള്ളം കൊടുക്കണ വിശ്വാസം ആവശ്യം. നമ്മളങ്ങനെ വല്ലതും പറയും. സഭയ്ക്കകത്ത് വാർച്ചുകൊണ്ടിരുന്ന ദൈവമക്കള് ചില പ്രാർത്ഥന വീട്ടിൽ ഒരു അടി കിട്ടിയാൽ ഞാൻ പറയും എന്നാലേ പറയും. ഞാൻ പറയാറുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയും. കുറച്ച് കഴിയുമ്പോൾ ഞാൻ കരയുന്നു, ദൈവമേ അതല്ല അവരോട് ക്ഷമിക്കാൻ ദൈവം കൊണ്ടുവരണമെന്നെല്ലാം പറഞ്ഞു പറയും. ഒരടി ഞാൻ കൊണ്ടുപോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതെ ചിലത് പഠിക്കത്തുള്ളൂ. പക്ഷേ യേശുപറ്റി അതും ചെയ്തില്ല. എന്ത് ചെയ്തു? യേശുപറ്റി ഓടി വന്നിട്ട് കൈ കൊടുത്തിട്ട് അല്പവിശ്വാസം. അതിന് വിശ്വാസമില്ല. അവനെ വീണ്ടും പഠിപ്പിക്കുമോ? ഇത്രയും പഠിപ്പിക്കുന്ന ഒരു നാഥൻ വേറെ ഉണ്ട്. ഇത്രയും പഠിപ്പിക്കുന്ന, ഇത്രയും സ്നേഹിക്കുന്ന യേശു വേറെ ഇല്ല. ആ യേശുവിന്റെ സ്നേഹം നോക്കി അങ്ങോട്ട് കൈക്ക് പിടിച്ചിട്ട് പറയാം. യേശു പറയാം, നിനക്ക് അത്യാഗ്രഹം ഇല്ലാതെ ഞാൻ നടന്നു വന്നപ്പോൾ നീ എന്റെ പുറകെ വന്നതിന് നിനക്ക് അത്യാഗ്രഹം അതുകൊണ്ട് അറിയണമെന്നൊന്നും യേശു പറഞ്ഞില്ല. യേശു പറഞ്ഞതിന്റെ വിശ്വാസം. ഞാൻ നടന്ന പോലെ നീ നടന്നേ ഇല്ലയോ? പിന്നെ നിനക്ക് എവിടെയാണ് ഈ ഭയം കയറി വന്നത്, പേടി വന്നത്? പക്ഷെ ഈ കാലഘട്ടത്തിൽ നടക്കുന്ന പത്രോസായിരുന്നെങ്കിൽ ആ പേടി വരത്തില്ല, ആ ഭയം വരത്തില്ല. പരിശുദ്ധാത്മാവ് പ്രാപിച്ച പത്രോസായിരുന്നെങ്കിൽ, ആത്മാവിൽ അറിയപ്പെടുന്ന പത്രോസായിരുന്നെങ്കിൽ ഒരിക്കലും എന്തില്ലായിരുന്നു, ഭയപ്പെടത്തില്ലായിരുന്നു. അവൻ യേശു നടന്നതിന് കൂടുതലായിട്ട് നടന്നതിന് യേശു അപ്പോ അന്നവ ഇത്രയും പ്രാപിച്ചിരുന്നു. യേശു ഓരോന്നാണ് നമ്മളെ പഠിപ്പിക്കുന്ന ഓരോ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. കാലുവേദന കൊണ്ടുവരുന്നത്, കൈവേദന കൊണ്ടുവരുന്നത്, നെഞ്ചുവേദന കൊണ്ടുവരും, അല്ലെങ്കിൽ മറ്റുള്ള അസ്വസ്ഥതകൾ കൊണ്ടുവരുന്നത്. ഇതെല്ലാം ഓരോന്ന് പഠിപ്പിക്കുക. ദൈവം നമ്മളെ ടീച്ച് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പുറകുനിൽക്കാതെ കർത്താവേ ദൈവം തന്ന കാല, ദൈവം തന്ന സൗഖ്യത, ദൈവം തന്ന കാല, ഇത് ദൈവനാമത്തിന് വേണ്ടി സഞ്ചരിക്കാനുള്ള കാല, ഇത് ദൈവനാമത്തിന് വേണ്ടി സഞ്ചരിക്കാനുള്ള കാല, ദൈവം തന്ന കരണം, ദൈവം തന്ന ബുദ്ധിയ, ദൈവം തന്ന കാലം, ദൈവനാമത്തിന് വേണ്ടി ദൈവത്തെ ആരാധിക്കാനുള്ള, തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കാനുള്ള കാല, ദൈവത്തെ തുള്ളിച്ചാടി കൈയടിച്ച് ആരാധിക്കാനുള്ള കർത്താവേ ശരീരത്തെ ബന്ധിക്കുന്ന ബന്ധനങ്ങൾ അഴിയത്ത്, രോഗബന്ധനങ്ങൾ അഴിയത്ത്, ഏതൊരു സൗഖ്യമാക്കുന്ന ദൈവമേ അങ്ങയുടെ രക്തം അതിനകത്ത് യേശുവിന്റെ രക്തത്താൽ സൗഖ്യമുണ്ടാവട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ടാവട്ടെ, യേശുവിന്റെ നാമത്തിൽ തലമുറ അനുഗ്രഹപ്പെടട്ടെ, അതിനെതിരെ നിൽക്കുന്ന ദുഷ്ടതകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഇന്ന് പകൽ നിന്റെ ശരീരത്തെ ബന്ധിക്കുന്ന രോഗമുണ്ടോ, നിന്റെ സമയം നിന്റെ തലമുറ ബന്ധിക്കുന്ന അവസ്ഥയാണോ, ഇന്ന് പകല കോട്ട പൊട്ടിക്കാൻ പോവുക. ദൈവത്തിന്റെ ആത്മാവിന്റെ കരം ഇന്ന് പകല ദൈവം തൊടാൻ പോവുക. ദൈവജനത്തിലേക്ക് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങാൻ ദൈവം ഞങ്ങൾ അഭിജിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ശരീരത്തിനകത്ത് വരുന്ന ഈ കൊഴുപ്പ് യേശുവിന്റെ നാമത്തിൽ ദൈവം എങ്ങനെ തട്ടിവെക്കാൻ ഇടവരുന്നില്ല. യേശുവിന്റെ നാമത്തിൽ ഈ ശരീരത്തിനകത്ത് വെളിപ്പെടാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ സൗഖ്യം ഈ ശരീരത്തിനകത്ത് വെളിപ്പെടാൻ ഈ മോഹത്തിനകത്ത് വരുന്നതല്ല യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ദൈവം കൊടുത്തിരിക്കുന്ന സൗന്ദര്യം, ദൈവം കൊടുത്തിരിക്കുന്ന ആരോഗ്യം അത് ലോകത്തിന് ചിരിക്കുവാനുള്ളതല്ല, ലോകത്തിന് ഉപയോഗിക്കാനല്ല, യേശുവിന് വേണ്ടി ദൈവത്തിന്റെ സൗഖ്യം ആ പൈതലിനെ വെളിപ്പെടാൻ, ആ ദൈവത്തിന്റെ പെഴുതൽ ആ പൈതലിനെ വെളിപ്പെടാൻ, ദൈവത്തിന്റെ മഹത്വം ആ പൈതലിനെ വെളിപ്പെടാൻ, ആ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയോട് പകൽ പുറത്തു വരട്ടെ. അഭിഷേകത്തോട് പുറത്തു വരട്ടെ. അതെ അവിടെ ഏതാഗ്രഹം ഉണ്ടെങ്കിലും ദൈവങ്ങളിൽ നമ്മൾക്ക് ദൈവത്തോട് തുറന്നു പറയാം, ചോദിക്കാം ഇല്ലയോ? ചോദിക്കാം. സ്തോത്രം. ഞാൻ ചെറിയ ആഗ്രഹം പോലും ദൈവത്തോട് ചോദിക്കും. വലിയ ആഗ്രഹവും ചെറിയ ആഗ്രഹവും എനിക്കില്ല. എല്ലാ ആഗ്രഹവും എനിക്ക് ഒരേപോലെ. ദൈവത്തെയും തക്കതായ സമയത്ത് മറുപടി ആ സമയത്ത് ആരൊരിക്കലും കർത്താവ് ഒരിക്കലും. സ്തോത്രം. വായിക്കാം. കാലഘട്ടത്തിനകത്ത് ഇറങ്ങി ഒരു മിനിറ്റ്. ദൈവം പുറപ്പെടുവിച്ചു. ഹേരോദാവ് എന്ന് പറയുന്ന രാജാവിന്റെ കൽപ്പനകളെ, അവന്റെ ബുദ്ധിയെ, അവന്റെ പ്ലാനുകളെ എല്ലാം അപ്പുറത്ത് ദൈവത്തിന്റെ പദ്ധതി. ഇന്ന് പ്രിയ ദൈവത്തിലെ ഓർത്തോണം,
നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ശത്രുവായ പിശാചിന്റെ പ്ലാനിനും അപ്പുറത്തെ ദൈവത്തിന്റെ പദ്ധതി. ദൈവം അനുഗ്രഹിക്കാൻ വിളിച്ചേക്കുന്നതാ. ദൈവം ശപിക്കാൻ വിളിച്ചതല്ല. ദൈവം തള്ളിക്കളയാൻ വിളിച്ചതല്ല. ഉപേക്ഷിക്കാൻ വിളിച്ചതല്ല. ദൈവം അനുഗ്രഹിക്കാൻ വിളിച്ചതാണ്. ആമേൻ. പത്രോസിനെ പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴാ പത്രോസിന് മനസ്സിലായി ഇത് സ്വപ്നമല്ല. എന്റെ ദൈവം ഹെരോദാവ് എന്ന് പറയുന്ന രാജാവിന്റെ കൽപ്പനകളെ തകർത്തു മാറ്റിക്കൊണ്ട്, അവരുടെ പ്ലാനുകളെ പദ്ധതികളെ തകർത്തു മാറ്റിക്കൊണ്ട്, മനുഷ്യന്റെ പ്ലാനിനെ പദ്ധതിയെ തകർത്തു മാറ്റിക്കൊണ്ട് എന്റെ ദൈവം എന്നെ പുറത്തു കൊണ്ടുവന്നതാണ്. ആര് തിരിച്ചറിഞ്ഞു? പത്രോസ് തിരിച്ചറിഞ്ഞു. ഇന്ന് പ്രിയ മക്കളെ, ഞാൻ ഒരു കാര്യം മാത്രമേ ഇന്ന് പകരം ദൈവജനത്തോട് പറയുന്നു. ഇന്ന് തിരിച്ചറിയണം നമ്മൾ ആരാണ്, നമ്മളെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി എന്ന് തിരിച്ചറിയണം. ദൈവം എന്റെ കൂടെ ഉള്ളത് കാലത്തോളം എന്റെ ദൈവത്തിനെ ഒരു ശത്രുവിനെ തൊടുവാൻ കഴിയത്തില്ല. ഒരുവന്റെ മനുഷ്യന്റെ പ്ലാനിനോ പദ്ധതിക്കോ ബുദ്ധിക്കോ എന്നെ തൊടുവാൻ കഴിയത്തില്ല. അതിനപ്പുറത്തില്ല ദൈവത്തിന്റെ പദ്ധതി എന്ന് ഇന്ന് പകരം ദൈവജനം തിരിച്ചറിയണം. അറിയുന്ന ദൈവജനത്തെ നിശ്ചയമായി ആരാധിക്കുക സ്വർഗ്ഗത്തിലെ ദൈവം അനുഗ്രഹിക്കും. സ്തോത്രം. അതെ, പുറത്തു കൊണ്ടുവന്നപ്പോൾ പത്രോസിനെ തിരിച്ചറിഞ്ഞു. അടുത്ത വാക്യം പെട്ടെന്ന്. അപ്പോഴേ ഇത് ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസ് പിന്നെ നേരെ ഓടിയത് ദൈവജനം ഇരിക്കുന്നിടത്തോട്ടാണ്. ഈ പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവജനം ഇരിക്കുന്നിടത്തോട്ടാണ് ഓടിയത്. അടുത്തത് ദൈവജനം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവിടെ ആ വീട്ടിൽ ജോലിക്കാരിയായിട്ടിരിക്കുന്ന രോധ എന്ന് പറയുന്ന ഒരു സഹോദരി മാത്രമേ പത്രോസ് പുറത്തിരുന്ന് മുട്ടിക്കൊണ്ടിരിക്കുക, ഡോറിനകത്ത് മുട്ടിക്കൊണ്ടിരിക്കുക. ആ വിളി കേൾക്കുന്നത് മൊത്തവും അവളാണ്. പ്രാർത്ഥിക്കുന്ന ദൈവജനം കേൾക്കുന്നില്ല. സ്തോത്രം. ഞാൻ ഒരു കാര്യം ഇതിനകത്ത് ദൂതായിട്ട് പറയാം. ചിലവരങ്ങ് പ്രാർത്ഥിക്കുമോ, പക്ഷെ പ്രാർത്ഥിക്കുന്ന എന്തുവാ അവരത് തിരിച്ചറിയുന്നു. അവർ പ്രാർത്ഥിക്കുന്ന ദൈവം കേൾക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥന കറക്റ്റ് റൂട്ടാണോ, ഇതൊന്നും അവരറിയുന്നില്ല. അവരങ്ങ് പ്രാർത്ഥിക്കുമോ? അങ്ങനെയല്ല പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിച്ചാൽ മറുപടി ലഭിക്കുമെന്ന് പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത്. യഥാർത്ഥമായി മറുപടി ലഭിക്കുമെന്ന്, പ്രാർത്ഥന കേൾക്കുമെന്ന് പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെന്നെങ്കിൽ അവൻ പറയും, അവിടെ ആരാ കൊണ്ടുവന്ന് തുടങ്ങുക? പത്രോസ എന്ന് പറയും. ഈ പ്രാർത്ഥിക്കുന്ന ദൈവജനം പറയും. പക്ഷെ കൊട്ടുന്നത് ആരാ കേട്ട്? ആ വീട്ടിലെ ജോലിക്കാരിയായ രോധ എന്ന് പറയുന്ന സഹോദരിയാണ് കേൾക്കുന്നത്. പക്ഷേ ഈ പ്രാർത്ഥിക്കുന്ന അത്രയും വലിയ പ്രാർത്ഥനയൊന്നും ആർക്കില്ല. രോധ ഇതെല്ലാം കണ്ട് കേൾക്കുമ്പോൾ എല്ലാം വളർന്നേ, അല്ലാതെ ഇതേപോലെ വലിയ പ്രാർത്ഥിക്കുന്നവരുടെ കഴിവൊന്നും അവക്കില്ല. അവള് ഓടി വന്ന് ഈ ശബ്ദം കേട്ടപ്പോഴേ അവൾ ഓടി വന്നിട്ട് ഈ പ്രാർത്ഥനക്കാരോട് പറയുക, പത്രോസ് യജമാനൻ ഫ്രണ്ടി വന്നിട്ടുണ്ട്. ഉടനെ അവര് പറഞ്ഞു, എനിക്ക് വട്ടാണ്, അവൻ ധാരാളത്തിൽ കിടക്കുക, നാളെ അവനെ മരണശിക്ഷയാണ്, അവൻ ധാരാളത്തിൽ കിടക്കാൻ പോകും. പക്ഷേ ലോക അധികമൊന്നും ഈ ലോക, അതുകൊണ്ട് ഞാൻ പറഞ്ഞ ദൈവസ്ഥാനം പൊട്ടനെ പോലെ നിന്നുമാണ്. എനിക്ക് വലിയ അറിവുണ്ട്. ഇന്നത്തെ ഏറ്റവും സഭയുടെ തകർച്ച അതാണ്. എനിക്ക് വലിയ അറിവാണ്, എനിക്ക് വലിയ കഴിവാണ്. സ്വയം ഉയർത്തുന്നവനെല്ലാം ഈ സ്വയം ഉയർത്തുന്നവനെല്ലാം ജഡമാണ് ഉയർത്തുന്നത്, ജഡീകരാണ്. ആത്മീയർ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഉയർത്തത്തില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവായി ഈ ലോകയുടെ വിഷയം. ചിന്തിച്ചോളൂ. ദൈവജനം പ്രാർത്ഥിക്കും, അയ്യോ പത്രോസിനെ വിടിവിക്കണേ, പത്രോസിനെ വിടിവിക്കണേ, കാരാഗ്രഹത്തിന് പുറത്തു കൊണ്ടുവരണേ എന്ന് പറഞ്ഞ് രാത്രി യാമങ്ങൾ പകലല്ല ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. രാത്രി പാർത്ത് ഉറക്കമില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പത്രോസ് വന്ന് മുട്ടുക. പ്രാർത്ഥനയ്ക്ക് വിടുതൽ കിട്ടിയൊന്നും ആരറിയുന്നില്ല, ഇവരറിയുന്നില്ല. സ്വന്തം അടുത്തത് പെട്ടെന്ന് വായിക്കാം. സത്യം ദൂത് പറയാനുള്ളവർക്ക് ഭ്രാന്തുണ്ട്. ഇന്ന് അതേപോലെ ദൂത് പറയുന്നവർക്ക് യഥാർത്ഥ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നവരെല്ലാം എന്തുവാ, ഭ്രാന്ത, വട്ട, ഇവ പൊട്ടന എന്നെല്ലാം പറയുന്നത്. പൊട്ടനായിക്കോ, ദൈവം നിശ്ചയമായി അനുഗ്രഹിക്കും. നമുക്ക് കഴിവുണ്ടെന്ന് പറയണ്ട, നമ്മൾ പൊട്ടനാന്ന് പറഞ്ഞാൽ മതി. നമ്മളെ നിശ്ചയമായി ആരനുഗ്രഹിക്കും? ദൈവം അനുഗ്രഹിക്കും. പൊട്ടനായിക്കോണം. സ്തോത്രം. രോധ എന്ന് പറയുമ്പോൾ പറയാൻ നിനക്ക് ഭ്രാന്തുണ്ട്. അവള് കഥ പോലും തുറന്നില്ല, അവൾ ഓടിച്ചെന്ന് സന്തോഷമായിരിക്കും. കഥ തുറന്നാലേ പത്രോസ് പറഞ്ഞ മന്ദബുദ്ധികളെ നിർത്താൻ പറഞ്ഞത്. സ്തോത്രം. ഇനിയെങ്കിലും നിർത്ത്, വിടുതൽ കിട്ടി, എപ്പോഴേ വിടുതൽ കിട്ടിയെന്ന് പറഞ്ഞു. സ്തോത്രം. ചിലവരങ്ങ് പ്രാർത്ഥനയല്ല, ജപം മാല ചൊല്ലുന്ന പോലെ അങ്ങ് പ്രാർത്ഥന. അതല്ല വേണ്ടത്. ദൈവം കേൾക്കുന്നുണ്ടെന്ന് തിരിച്ചറിയണം, ദൈവം കേൾക്കുമെന്ന് തിരിച്ചറിയണം, ദൈവം വിടുതൽ നൽകുമെന്ന് തിരിച്ചറിയണം, ഉറപ്പുണ്ടാവണം. അതുകൊണ്ട് പത്രോസിനോട് പറഞ്ഞു, വിശ്വസിച്ച്. നിന്റെ വിശ്വാസം ഇവിടെ പോയി.
കടലിന്റെ ഇരച്ചിൽ കേട്ടപ്പോൾ നീ നിന്റെ നാഥനെ മറന്നുപോയോ? നിന്റെ യജമാനെ മറന്നുപോയോ? നാഥൻ പറഞ്ഞിട്ടാ നീ നടക്കുന്നത്. നീ ഒരിക്കലും കടലിൽ മുങ്ങിപ്പോവാൻ ഇടവരുത്തത്തില്ല. സ്തോത്രം. ഇന്ന് ദൈവത്തെ കണ്ടിറങ്ങിയ ഒരു വ്യക്തിയെ മുങ്ങിപ്പോവാൻ ആരും സമ്മതിക്കത്തില്ല. കർത്താവ് സമ്മതിക്കുന്നത്. ഇത് പകരം വിശ്വസിക്കും. ഞാൻ കർത്താവിനെ കണ്ടിറങ്ങിയത്, എന്റെ മക്കളെ വളർത്തുന്നത് കർത്താവിനെ കണ്ട, എന്റെ കുടുംബം നയിക്കുന്നത് കർത്താവിനെ കണ്ട, ഞാൻ നിങ്ങൾ കുടുംബമായി ഇറങ്ങിയിരിക്കുന്ന കർത്താവിനെ കണ്ട, ഞങ്ങളെ കുടുംബത്തിനകത്ത് എന്ത് ഭവിക്കണമെങ്കിൽ ആരറിയണം? ദൈവം അറിയാതെ ഒന്നും ഉണ്ടാവത്തില്ല. അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന ആര് കേൾക്കും? സ്വർഗ്ഗത്തിലെ ദൈവം കേൾക്കും. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഒന്ന് എത്തിക്കാം. ഒന്ന് അത് പോയി അടുത്ത ആഴ്ചയുടെ വാക്കിലേക്ക് വരും. ഒന്ന് പൂർണ്ണമായും ഒന്ന് ഹൃദയത്തോട് നിൽപ്പിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സ്വർഗ്ഗത്തിലെ ദൈവം കേൾക്കും. അവിശ്വാസങ്ങളെ മാറ്റിവെക്കുക. അഭിജിത്ത് പറഞ്ഞപ്പോൾ എടുത്തപ്പോൾ ദൈവത്തിന് തോന്നുന്നു പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയും, അല്ലാതെ നിന്റെ ബുദ്ധിയിലല്ല, നിന്റെ ചിന്തകളിലല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. ആരെ ആരാധിക്കണം? പൂർണ്ണ ഹൃദയത്തോട്. 138 സങ്കീർത്തനത്തിനകത്ത് പറയുന്നു, പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തെ സേവിക്കുകയും ദൈവത്തിന്റെ മഹത്വം അനുഭവിക്കുക. ഇന്ന് നീ വിശ്വസിക്കുക. ആ ദൈവത്തിൽ നിന്ന് പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നത്, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുന്നത്. ഇന്ന് ഞാൻ അടിസ്ഥാനം ഇട്ടിരിക്കുന്ന യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തിൽ അടിസ്ഥാനമിട്ട ഭവനം, യേശുവിന്റെ നാമത്തിൽ അടിസ്ഥാനമിട്ട് ഇറങ്ങി തിരിച്ച ദൈവമേ, നിന്നെ തൊടുവാൻ ഒരു ശക്തി ഒരു കഴിയത്തില്ല, ഒരു ആപചാരത്തിന് കഴിയത്തില്ല, ഒരു ലോക പൈശാചിക ശക്തികൾക്ക് കഴിയത്തില്ല, ഒരു വ്യക്തിക്ക് കഴിയത്തില്ല. എന്ന് പകരം തീരുമാനിച്ചു. ദൈവസന്നിധി വായിച്ചു. ഞാൻ യേശുവിന്റെ അടിസ്ഥാനത്തിലാണ് പണിയപ്പെട്ടിരിക്കുന്നത്. യേശുവിന്റെ അടിസ്ഥാനത്തിൽ പണിയപ്പെടുന്നത്. ഏത് പ്രതികൂലം വന്നാലും, ഏത് പ്രതിസന്ധി വന്നാലും, രണ്ട് ചങ്ങലയാൽ ബന്ധിച്ചാലും, അപ്പൊ 4 സംഘത്തെ നിയമിച്ചാലും, എനിക്ക് കാവൽ നിർത്തിയാലും, ആ കാവലുകാർക്ക് എന്നെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. എന്റെ യേശു വിടുവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, എന്റെ യേശു എന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരു ശക്തിക്കും എന്നെ തൊടുവാൻ കഴിയത്തില്ല, ഒരു വ്യക്തിക്കും എന്നെ തൊടുവാൻ കഴിയത്തില്ല. എന്റെ യേശു എന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇന്ന് പകരം പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റെടുത്തു. എനിക്ക് പറയുവാൻ സാക്ഷ്യമുണ്ട്. ആ രീതിയിലേക്ക് സ്വർഗ്ഗത്തിലെ ദൈവം എന്നെ കുടുംബത്തെ അനുഗ്രഹിക്കുക. ആ ദൈവത്തിന്റെ വാഗ്ദത്തം എന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോവുക. ആ ദൈവത്തിന്റെ ദൂതന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോവുക. എന്റെ യേശു എനിക്ക് വേണ്ടി ഇറങ്ങാൻ പോവുക. എന്റെ യേശു എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുക. എന്റെ യേശു എന്നെ വിടുവിക്കാൻ പോവുക. ഇന്ന് വിശ്വസിക്കുന്ന ദൈവജനത്തിനകത്ത്, ഇന്ന് വിശ്വസിക്കുന്ന ദൈവജനത്തിനകത്ത് ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ദൈവത്തിന്റെ മറുപടികൾ